മിഷനോട് ബന്ധപ്പെട്ട് അല്പസമയം ഇവിടെയുള്ള ചെറുപ്പക്കാരോടൊക്കെ ഒന്ന് സംസാരിക്കാം, ഒന്നിച്ച് ചേർന്ന് ഡീൽ ചെയ്യാം. ഇതൊക്കെ ആഗ്രഹിച്ചും സംസാരിച്ചുമാണ് ഞാൻ വന്നത്. ഞാൻ ഇങ്ങനൊരു മീറ്റിംഗ് ടൈപ്പ് ഞാൻ മനസ്സിൽ കണ്ടില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ ദൈവം നിയോഗിക്കും, നമുക്കങ്ങനെ അങ്ങ് മൂവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ മിഷനെ കുറിച്ചാണ് ആദ്യം ഒന്ന് അല്പസമയം ദൈവവചനം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. കാരണം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ഇതൊരു ഫൈനൽ ടച്ചാണ്. ഭാരതത്തിൽ ഞാനിപ്പോൾ പല സ്ഥലങ്ങളിൽ പല മോഡിലുള്ള മീറ്റിങ്സുകൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. താങ്ക് യു. എല്ലായിടത്തും ഒരേ കൾച്ചറല്ല, എല്ലായിടത്തും ഒരേ ശൈലിയല്ല, ഒരേ രീതിയല്ല. എല്ലായിടത്തും പല ഇടങ്ങളിൽ പല മോഡുകളിലാണ് നമ്മൾ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നത്. അതൊരു ന്യൂ ടെസ്റ്റമെൻറ്റ് സ്ട്രാറ്റജിയാണ്. യേശു കർത്താവും പൗലോസുമൊക്കെ സ്ട്രാറ്റജിക്കായിട്ടുള്ള മൂവുകളിലായിരുന്നു ദൈവരാജ്യത്തെ പ്രഘോഷിച്ചത്. എല്ലാവർക്കും എല്ലാം ഒരുപോലെയല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാനിവിടെ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഇതേ ശൈലിയിൽ എനിക്ക് അരുണാചൽ പ്രദേശിൽ പോയി പ്രസംഗിക്കാനൊക്കത്തില്ല. നിങ്ങളിവിടെ ഇരുന്ന് ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ അരുണാചലിൽ ആരും തിരിച്ച് ഹല്ലേലൂയ പറയത്തില്ല. കർത്താവിൻ്റെ ദാസൻ അടുത്ത ദിവസം മേഘാലയയിൽ പോകുന്നുണ്ട് കുടുംബമായിട്ട്. നമ്മൾ എത്ര പവർഫുൾ മെസ്സേജ് അവിടെ പ്രസംഗിച്ചാലും ഒരാൾ പോലും കൈ ഉയർത്തി ഒരു സ്തോത്രം പറയില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം അല്ല മേഘാലയയിലെ സിസ്റ്റം. അവർ വളരെ നല്ലവരാണ്. ഇവിടെ അവർ വളരെ ശാന്തമായി ദൈവവചനം റിസീവ് ചെയ്യുകയാണ്. ശാന്തമായിട്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരൊന്നും എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. ബട്ട് അങ്ങനല്ല. അവർ ദൈവ സാന്നിധ്യത്തിൽ വചനം 100% പ്യുവർ ഹാർട്ടിലാണ് സ്വീകരിക്കുന്നത്. ബട്ട് അവർ റെസ്പോണ്ട് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് മലയാളി പ്രീച്ചേഴ്സ് അല്ലെങ്കിൽ മലയാള ബ്ലഡ് എന്നൊക്കെ പറയുമ്പം റെസ്പോണ്ട് ചെയ്തില്ല, പിന്നെ ആർക്കും ഒന്നും അങ്ങോട്ട് പറയാൻ തോന്നത്തില്ല. പിന്നെ രണ്ട് വഴക്കും പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് മലയാളി പ്രീച്ചേഴ്സിൻ്റെ ഒരു പ്രശ്നം. അത് പല ടൈപ്പ് ഓഫ് കൾച്ചറുകൾ മനസ്സിലാക്കാത്തത് കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ മേഘാലയയിൽ ചെന്ന് നമ്മൾ 2 hours മെസ്സേജ് പ്രസംഗിച്ചിട്ട് മെസ്സേജ് തീർന്നതിന് ശേഷം ജസ്റ്റ് 5 hours ഒന്ന് പ്രയറിന് ടൈം കൊടുത്തേ, പിന്നൊരു 2 hours നമ്മുടെ കയ്യിൽ നിന്ന് സമയം പോവും, ദൈവശക്തി ഇറങ്ങാൻ തുടങ്ങും. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് നോർത്ത് ഈസ്റ്റിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്. നമ്മൾ നേപ്പാളിൽ പോയിരുന്ന ദൈവജനം ശുശ്രൂഷിച്ച് ശാന്തമായിട്ട് ജനം ഇരുന്ന് തരത്തേ ഉള്ളൂ. നിങ്ങൾ എത്ര നേരം വേണം പ്രീച്ച് ചെയ്തു, ഞങ്ങൾ എത്ര നേരം വേണം ഇരുന്നോളാം. അവരെ മൊത്തം മെസ്സേജ് എല്ലാം റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ അവരത് എഴുതിയെടുക്കും, ശാന്തമായിരിക്കും. പക്ഷെ ഫൈനലി ഒരു 10 minutes നമ്മൾ പരിശുദ്ധ അമ്മാവിനൊന്ന് ഹാൻഡ് ഓവർ ചെയ്തേ അവർ തീ പോലെ കത്താൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഭാരതത്തിൽ നമ്മൾ ഒരു സ്ട്രാറ്റജിക്കായുള്ള ഒരു മൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ മിഷൻ സക്സസ് ആവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മിഷനുള്ള ഒരു സഭയും മിഷൻ ഇല്ലാത്തൊരു സഭയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മിഷനുള്ള ഒരാൾ എന്നും ഒരേ കാര്യം മാത്രമല്ല ചെയ്യുന്നത്. മിഷനുള്ള ഒരാൾ എന്താ ചെയ്യുന്നതെന്നുള്ളതൊരു ഹെവൻലി പ്രിപ്പറേഷനാണ്. സ്വർഗമാണ് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. നീ ഇന്ന് എങ്ങനെ ഏത് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ മരണ വീട്ടിൽ പാടുന്ന പാട്ട് കല്യാണത്തിന് പാടുമോ? കല്യാണത്തിന് പാടുന്ന പാട്ട് മരണ വീട്ടിൽ പാടുമോ? പറയൂ? ഇല്ല, പാടത്തില്ല. എന്താ കാര്യം? നമുക്ക് ബോധമുള്ളതുകൊണ്ട്. നമുക്ക് ആ ഒരു തന്ത്രപരമായ നീക്കങ്ങൾ എന്താണെന്ന് ദൈവസഭ തിരിച്ചറിഞ്ഞിരിക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കേട്ട പാട്ട് അടവി തിരക്കളിനിടയിൽ, റൈറ്റ്? അതായിരുന്നു തിരുഹിതമിഹെ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നു, എൻ്റെ വേലയെ തികച്ചുകൊണ്ട് ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നൊരു സമയമുണ്ട്. ഒരു 10 മിഷൻ സോങ്സ് പാടാമെങ്കിൽ തന്നെ നമ്മൾ ഒരു മനുഷ്യരായി മാറും. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു 10 പാട്ട് സെലക്ട് ചെയ്തൊരു മിഷന് വേണ്ടി. ഇപ്പം മരണ വീട്ടിൽ പാടുന്ന പാട്ട് നമ്മുടെ വീട്ടിൽ പാടിയാൽ നമുക്ക് നല്ല മൂകത ഫീൽ ചെയ്യണേ. ഇപ്പം ഫീൽ ചെയ്യണ്ട, ഇപ്പം പാടുന്നുമില്ല. ആക്ച്വലി മരണ വീട്ടിൽ പാടുക എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ട് ആരും എഴുതിയിട്ടില്ല. നമ്മളതെല്ലാം കൂടി കുത്തിക്കെട്ടിയപ്പോൾ എങ്ങോട്ട് പോയതാ? അങ്ങോട്ട് പോയെന്നുള്ളതേ ഉള്ളൂ, ഇല്ലേ? വീനാഗൽ സാഹിബ് എഴുതിയ സമയമാം രഥത്തിൽ നിന്നുള്ള മലയാള സോങ് അത് മരണ വീട്ടിൽ പാടാൻ എഴുതിയതല്ലല്ലോ. പക്ഷെ നമ്മുടെ ബുദ്ധിജീവികൾ അത് സെറ്റ് ചെയ്തപ്പോൾ പാട്ട് അങ്ങോട്ട് പോയതാ, അങ്ങോട്ട് പോയതാ. അത്രയേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. പ്രഭാത ഗാനങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പാടുന്ന പാട്ടുകളില്ലേ? മനമേ പക്ഷി ഗണങ്ങൾ ഉണർന്നിതാ, ഇല്ലേ? പാട്ട് പാടുന്നു, ഇല്ലേ? അപ്പോൾ ഓരോ സമയത്ത് ദൈവം
ഓരോ മേഖലകളിൽ മൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പദങ്ങളും വാക്കുകളും വചനങ്ങളും മെസ്സേജും പാട്ടുകളും ആലോചനകളെല്ലാം ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഇന്ന് മിഷനെക്കുറിച്ച് അല്പസമയം സംവാദിക്കാൻ വേണ്ടി പോകുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയൊരു സബ്ജക്റ്റും കൂടിയാണത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ റായ്പൂരിലൊരു മിനിസ്ട്രിക്ക് ചെന്നപ്പോൾ അവരുടെ മിനിസ്ട്രിയുടെ പേര് ദ അപ്പോസ്റ്റൽസ് ആൻഡ് അപ്പോസ്റ്റോലിക് ആൻഡ് പ്രോഫറ്റിക് സെമിനാർ. 2 ദിവസം 250 പേര് രജിസ്റ്റർ ചെയ്ത് 250 പാസ്റ്റേഴ്സ് റായ്പൂരിൽ. കഴിഞ്ഞ ആഴ്ചയായിരുന്നു തോന്നുന്നു ഞാൻ പോയിരുന്നു, കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: പാസ്റ്റർ, ഞങ്ങളൊരു വർഷം 4 സെമിനാർ നടത്തും. ആ സെമിനാറിൽ ഒരു സെമിനാർ ഇതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടത് അപ്പോസ്റ്റോലിക് മിനിസ്ട്രി ആൻഡ് പ്രൊഫറ്റിക് മിനിസ്ട്രി. അപ്പോൾ ആ അപ്പോസ്റ്റോലിക് മിനിസ്ട്രിയെക്കുറിച്ചാണ് അവിടുത്തെ പാസ്റ്റർ ടീച്ച് ചെയ്യുന്നത്. പാസ്റ്ററിൻ്റെ പേര് പാസ്റ്റർ രോഹിത് മസി, ഹിന്ദിക്കാരനാണ്. എനിക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് പ്രൊഫറ്റിക് മിനിസ്ട്രി. അപ്പോൾ അവരുടെ ഒരു സ്പെഷ്യാലിറ്റി ആ ഒരു ടൈറ്റിൽ വെച്ച് മാത്രമേ പ്രീച്ച് ചെയ്യാവുള്ളൂ. പ്രൈസ്. 2 ദിവസം ഒരേ ടൈറ്റിൽ മാത്രം, വേറെ ഒന്നും അവിടെ എന്ത് ചെയ്യാനൊക്കത്തില്ല, ടീച്ച് ചെയ്യാനൊക്കത്തില്ല. ഇപ്പം കണക്ക് ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് സയൻസ് പഠിപ്പിച്ച കാര്യം നടക്കുമോ? റൈറ്റ്. ഇംഗ്ലീഷ് ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ബയോളജി പഠിപ്പിച്ച കാര്യം നടക്കുമോ? അപ്പോൾ ടീച്ചിങ് മിനിസ്ട്രി എന്ന് പറയുന്നത് അറിവുകളുടെ സമാഹാരമല്ല, അടുത്ത തലമുറയെ ബിൽഡ് ചെയ്യുവാനുള്ള അധ്വാനമാണ്. അതുകൊണ്ടാണ് 5-fold ഓഫീസ് എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ അത് ഓരോ ഓഫീസാണ്. ആ ഓഫീസിലുള്ള മിനിസ്ട്രി നമ്മുടെ ചർച്ചസിൽ വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ. 5 വിധ ശുശ്രൂഷകളും പുതിയ നിയമസഭകൾക്ക് 5 വിധ മിനിസ്ട്രി അല്ല, 5 വിധ ശുശ്രൂഷയുടെ ഓഫീസുകളും നമ്മുടെ സഭകൾക്കകത്ത് തുറന്നേ മതിയാകുകയുള്ളൂ. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ ദൈവത്തിന്? പ്രൈസ്. അപ്പം നമ്മൾ മിഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പോകാം. ഗലാത്യ ലേഖനത്തിൽ നിന്ന് ഒരു പദം വായിച്ചതിന് ശേഷം നമ്മൾ ഒന്നിച്ച് മിഷനോട് ബന്ധപ്പെട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുകയാണ്. 2-ാം അധ്യായം ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേർഡ്സ് 8, 7-ഉം 8-ഉം വായിച്ചാട്ടെ. 7-ഉം 8, 7 and 8. നേരെ മറിച്ച് വ്യാപരിച്ചവൻ വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഒന്നുകൂടെ ആ 8-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന അപ്പോസ്റ്റൽഷിപ്പ്, റൈറ്റ്? അപ്പോസ്റ്റൽഷിപ്പ്, ആ ഒറ്റ പദം ഒന്ന് പറയാൻ വേണ്ടിയാണ് ആ വാക്യം വായിച്ചത്. ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങൾ ചെക്ക് ചെയ്താൽ മിഷൻ എന്നുള്ള പദമാണ് അപ്പോസ്റ്റൽഷിപ്പ് എന്നുള്ള പദത്തിന് പകരം കൊടുത്തിരിക്കുന്നത്. മിഷൻ എന്നുള്ള വളരെ പ്രത്യേകതയുള്ള അർത്ഥവ്യാപ്തിയുള്ള ഒരു വാക്യമാണ് 8-ാമത്തെ വാക്യം. അതിൻ്റെ അകത്ത് പത്രോസിൻ്റെ മിഷൻ എന്താണ്, പൗലൂസിൻ്റെ മിഷൻ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മിഷൻ എന്നുള്ള പദത്തിന് ക്ലിയറായിട്ടുള്ള അർത്ഥങ്ങൾ നമുക്ക് അർത്ഥവ്യാപ്തിയിൽ ഒത്തിരി പറയാൻ കഴിയുമെങ്കിലും ഒറ്റ വരിയിൽ സംക്ഷേപിച്ചാൽ എ ചാൻസ് ടു ഡൈ ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ കിട്ടിയ ചാൻസിന് പറയുന്ന പേരാണ് ഇത്, മിഷൻ. എല്ലാവരും ചേർന്ന് പറയാം, മിഷൻ. എ ചാൻസ് ടു ഡൈ ഫോർ ക്രൈസ്റ്റ്. ഒന്ന് പറഞ്ഞ്, എ ചാൻസ് ടു ഡൈ ഫോർ ക്രൈസ്റ്റ്. ഒന്ന് പറയാമോ? എ ചാൻസ് ടു ഡൈ ഫോർ ക്രൈസ്റ്റ്. എന്ത് പറ്റി? ഒരു ആരോഗ്യമില്ലാത്ത പോലെ. മിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഹെൽത്താണ്. വൺ മോർ ടൈം, എ ചാൻസ് ടു ഡൈ ഫോർ ക്രൈസ്റ്റ്. എന്നോട് ചേർന്ന് കരം ഉയർത്തി പറ, ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനുള്ള അവസരമാണ് മിഷൻ. നമ്മൾ ഈ ആംഗ്ലിക്കൻ അല്ലെങ്കിൽ കാത്തലിക്കൻ പദപ്രയോഗങ്ങളിലൊക്കെ കർദിനാൾ എന്നുള്ള പേര് കേട്ടിട്ടില്ല? കർദിനാൾ, മലയാളത്തിലാണ് കാർഡിനൽ. കർദിനാൾ എന്നുള്ള പദത്തിൻ്റെ ക്ലിയറായിട്ടുള്ള അർത്ഥം, ആയിരക്കണക്കിന് ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ടൊരു അനൗൺസ്മെൻറ്റ്. ഇതിലാരാണ് ആദ്യം യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകുന്നത്? ഉടനെ ആരാണോ ആദ്യം മുമ്പിൽ വരുന്ന ആ വ്യക്തിക്ക് പറയുന്ന പേരാണ് കർദിനാൾ. നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം വേറെ, ചരിത്രത്തിൽ ഉദ്ദേശിച്ച അർത്ഥം വേറെ. കർത്താവിന് വേണ്ടി ഒത്തിരി കർദിനാൾമാർ ഇതിന്
ഈ രക്തസാക്ഷിയായി മാറിയിട്ടുണ്ട്. നമ്മൾ പറയുന്ന കർദിനാളല്ല. ഓക്കെ, അപ്പം മിഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ കിട്ടുന്നൊരു ചാൻസിന് പറയുന്ന പേരാണ് ഇത്, മിഷൻ. ഞാൻ ഈ സഭയെ എൻ്റെ കൈ ഉയർത്തി ബ്ലസ് ചെയ്യുകയാണ്. അനേക ദൈവപ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു മിഷണറി സഭയായി ഈ ദൈവസഭ മാറട്ടെ. കർത്താവിൻ്റെ ദാസൻ ഇന്നലെ രാത്രി എനിക്ക് റെയ്നാർഡ് ബോങ്കയുടെ ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി തന്നു. ഞാനത് വായിച്ചു. അതിലൊരു വരി എൻ്റെ അകത്തിങ്ങനെ ഭയങ്കരമായിട്ട് ഇന്ന് രാവിലെ ഞാൻ കോറിയിട്ടു. അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവന ഇതാണ്. ആഫ്രിക്കയിലെ വേലയെക്കുറിച്ച് പറഞ്ഞു വരുന്നതിനിടയിൽ ഫയർ കോൺഫറൻസ് നടത്താൻ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട സമയത്ത് അദ്ദേഹം ഫയർ കോൺഫറൻസ് നടത്തുകയാണ്. ഫയർ കോൺഫറൻസ് എന്ന പേരിൽ അദ്ദേഹം ആഫ്രിക്കയിൽ കോൺഫറൻസ് നടത്തുന്ന സമയം അദ്ദേഹം തന്നെ 1000-ഓളം പേരെ സ്പോൺസർ ചെയ്തു എന്ന് അദ്ദേഹം ആ ബുക്കിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ സ്പോൺസർ ചെയ്ത് ഭയങ്കര ശക്തന്മാരായ കുറേ ആൾക്കാരെ മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി പല രാജ്യങ്ങളിൽ നിന്ന്, സ്പെഷ്യലി US എന്നൊക്കെ അദ്ദേഹം ഇറക്കി. ആ സമയത്തൊന്നും റെയ്നാർഡ് ബോങ്കെ അതിശക്തനായ ഒരു മിനിസ്റ്ററായിട്ട് വന്നിട്ടില്ല. പക്ഷെ ദൈവം അദ്ദേഹത്തോട് പറയുകയാണ്, നീ ഇത് ചെയ്യണം. അപ്പം മിഷൻ എന്ന് പറഞ്ഞാൽ പറയാനുള്ളതല്ല, ചെയ്യാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, സുവിശേഷീകരണം നടക്കാത്ത സ്ഥലങ്ങളിൽ ഉണർവ് നടക്കുകയില്ല. അത് എന്നെ ഇന്ന് രാവിലെ അങ്ങോട്ട് പിടിച്ചങ്ങ് കുലുക്കിയ പദം ഞാനത് ആവർത്തിച്ച് ആ ബുക്കിൽ വായിച്ചു. ഒരുപക്ഷെ അതൊന്നും കിട്ടാനായിരിക്കാം ആ ബുക്ക് ഇന്നലെ കർത്തൃദാസൻ എൻ്റെ കയ്യിൽ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി വായിക്കുകയില്ല. കാരണം എനിക്ക് പേടിയാണ്, തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, അതുപോലത്തെ ഒരു കെട്ട് വേറെ കാണുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പുസ്തകം കൊടുക്കത്തുമില്ല, ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കത്തുമില്ല. മനസ്സിലായില്ല? നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നാൽ അറിയാം, ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ ശേഖരമുള്ള ഒരാളാണ് ഞാൻ. കാരണം എനിക്കിഷ്ടം പോലെ വായിക്കാൻ ഇൻട്രസ്റ്റാണ്. പക്ഷേ ഈ ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഈ ബുക്ക് ഇന്നലെ കിട്ടിയപ്പോൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, സുവിശേഷീകരണം നടക്കാത്ത സ്ഥലങ്ങളിൽ റിവൈവൽ ഉണ്ടാവുകയില്ല. സുവിശേഷീകരണം നടത്തുന്നതിൻ്റെ പേരാണ് മിഷൻ. മിഷൻ ഇല്ലാതെ റിവൈവൽ ഇല്ല. എല്ലാവരും അറിയണം, ഇതൊന്നും ആർട്ടിഫിഷ്യലായിട്ടുള്ളതല്ല. നമുക്കൊരു മീറ്റിംഗ് നടത്തുമ്പോൾ ചർച്ച് ഹോളുണ്ട്, പാസ്റ്ററുണ്ട്, നിങ്ങളുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, മ്യൂസീഷ്യന്മാരുണ്ട്. ഈസിയാണ്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് പോകും. ഒരു 10 വർഷം ഇങ്ങനെ പോയാൽ നമ്മുടെ സഭ ട്രഡീഷണലായി മാറും. അങ്ങനെ 10,000-കണക്കിന് സഭ ഇന്ത്യയിൽ ട്രഡീഷനായി മാറി. സൺഡേ ഉള്ളതുകൊണ്ട് മാത്രം വരുന്നു, ആരാധിക്കുന്നു, തിരിച്ചു പോകുന്നു. ഒരു സൺഡേ ക്രിസ്ത്യാനിയായി ദൈവമക്കളും ദൈവദാസന്മാരും മാറിക്കൊണ്ടിരിക്കുന്ന അപകടകരമാകുന്ന അവസാന നാളുകളിൽ മിഷൻ എന്നുള്ള പദത്തിന് നമ്മൾ ചങ്കോട് ചേർത്തേ പറ്റുകയുള്ളൂ. ഒരു മിഷൻ നടക്കാത്തിടത്തൊരു റിവൈവൽ നടക്കുകയില്ല. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? പ്രൈസ് ദ ലോർഡ്. ഒരു മിഷൻ നടന്നാൽ ഒരു റിവൈവൽ നടക്കും. അപ്പോൾ ആദ്യം നമ്മൾ റിവൈവലിന് വേണ്ടി വില കൊടുക്കുന്നെങ്കിൽ അദ്ദേഹം അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്, വീട് വീടാന്തോറും യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞേ പറ്റുകയുള്ളൂ. ദൈവരാജ്യത്തെക്കുറിച്ച് പുറത്തു പറയാൻ അകത്ത് നിന്നൊരു തലമുറ എഴുന്നേക്കണം. പുറത്ത് പറയാൻ, ഇപ്പോൾ ഇവിടെ ഞാൻ യേശുവിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ ഓൾറെഡി യേശു കർത്താവിലേക്ക് വന്നവരാണ്. വർഷങ്ങൾ കുറേ ആയിട്ട് എന്നേക്കാൾ നന്നായിട്ട് പ്രീച്ച് ചെയ്യാൻ അറിയാവുന്ന വിശ്വാസികളായിരിക്കാം പല സഭകളിലും ഇരിക്കുന്നത്. അവരോട് ഞാൻ എന്ത് യേശുവിനെ പറയാനാണ്? പക്ഷേ യേശുവിനെ പുറത്ത് പറയാൻ കഴിയുന്ന ശക്തന്മാരായ ജനറേഷൻസ് അകത്തെഴുന്നേക്കണം. ഞാൻ ഈ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് കേരളത്തിലെ ചില കോൺഫറൻസുകളിലൊക്കെ, ഞാൻ വെക്കുന്ന കോൺഫറൻസുകളിൽ നിറച്ച് പാസ്റ്റേഴ്സ് വരാറുണ്ട്. ഞാൻ അവരോടെല്ലാം പറയുന്നൊരു കാര്യം, പടകിൻ്റെ അകത്ത് കിടക്കുന്നവർക്ക് വേണ്ടി ജീവിതം തീർക്കുന്നവരാ കൂടുതലും വേലക്കാർ. പടകിൻ്റെ അകത്ത്, പടക് മീൻസ് സഭ. സഭയ്ക്കകത്തല്ല ആൾ കൂടുതൽ, കടലിലാണ് ആൾ കൂടുതൽ. മിഷൻ അകത്തല്ല, മിഷൻ കടലിലാണ്. പറഞ്ഞേ ആമേൻ. അപ്പോൾ ഒരു മിഷൻ ഫിനിഷ് ചെയ്യണമെങ്കിൽ എൻ്റെ ഒരു മെസ്സേജ്, ഇന്ന് ഞാൻ കുറച്ച് നേരം നിങ്ങളോട് സംസാരിച്ച് ഞാൻ മൈക്ക് പാസ്റ്റിനെ ഹാൻഡ് ഓവർ ചെയ്യും. നമ്മുടെ സെഷൻ ഫിനിഷ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, ഒരാളെങ്കിലും യേശു നല്ലവനാണെന്ന് ആഴ്ചയിൽ ഒന്നെങ്കിലും ഒരാളോട് പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ വേഷം കെട്ടിയത് കൊണ്ട് അർത്ഥമുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഇന്നിങ്ങനെ അല്പസമയം സംവാദിക്കുന്നത് ഒരനുഗ്രഹമാകട്ടെ നമ്മുടെ ലൈഫിൽ. എനിക്കും ഇന്ന് ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പം വേറൊരു ഒരു 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 പ്രത്യേകത എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തു. പാസ്റ്റർജി എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഈ ബുക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ ഒരിക്കൽ കൂടി വായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഈ പുസ്തകം തരുന്നു. ഒരു പ്രാവശ്യം വായിച്ചാൽ ഒരിക്കൽ കൂടി വായിക്കും. ശരിയാണത്. ഞാനത് അങ്ങനെയല്ല വായിച്ചത്. ഒരു താൾ വായിച്ചത് ആ താൾ പിന്നെയും വായിച്ചു. ഒരു ചാപ്റ്റർ വായിച്ചത് പിന്നെ ഞാൻ ആ ചാപ്റ്റർ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു. റെയ്നാർഡ് ബോങ്കയുടെ ആ ചാപ്റ്റർ. ചുമ്മാണ്ടിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത്. അതിൻ്റെ കൂടെ 5-6 ഓറഞ്ചും കൂടി മേടിച്ച് തന്നപ്പോൾ ടേസ്റ്റിയായി. എന്തേ നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കണേ?
ഒന്ന് ചലിച്ചേ, ജീവനുണ്ടോന്നൊന്ന് അറിയട്ടെ, ഒന്ന് അനങ്ങി കിട്ടിയാൽ മതി. അല്ലെലിയും സ്വോത്രമൊന്നും പറയണ്ട, നിങ്ങളിന്ന് ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങളെന്നും പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളുടെ ചർച്ച് ഒരു മിഷൻ ചർച്ചായി മാറണം. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ചർച്ചായി ഞങ്ങളുടെ ചർച്ച് മാറട്ടെ. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. വായിച്ച വാക്യത്തിൽ പത്രോസിൻ്റെ മിഷനെക്കുറിച്ചും പൗലൂസിൻ്റെ മിഷനെക്കുറിച്ചും വളരെ വ്യക്തമായ ധാരണ അവിടെയുണ്ട്. യഹൂദന് വേണ്ടി മാത്രം വേല ചെയ്ത ഒരു പത്രോസും ജാതികൾക്ക് വേണ്ടി മാത്രം കഷ്ടപ്പെട്ട ഒരു പൗലൂസും, ആ 8-ാം വാക്യത്തിൻ്റെ രംഗസംവിധാനം അതാണ്. എല്ലാവരുടെ മേലുമുള്ള കോൾ ഒരുപോലെയല്ല, എല്ലാവർക്കും വ്യത്യസ്തമായ കോളാണ്. വിളിച്ചവൻ ഒരാളാണെങ്കിലും വിളി വളരെ വ്യത്യാസമുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പൊള്ളാച്ചിയിൽ ഇതുപോലൊരു ലീഡേഴ്സ് സെമിനാർ വെക്കുന്ന സമയത്ത് ഒത്തിരി ചെറുപ്പക്കാരിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചെറുപ്പക്കാരുണ്ട്. അവരിൽ പലരുടെയും ചോദ്യം ഇതാണ്. പല ചോദ്യങ്ങളിൽ 1-2 ചോദ്യം. പാസ്റ്റർജി, അപ്പോൾ ഒരു സംവാദത്തിന് സമയം കൊടുത്തിരുന്നു. 150 പേരുള്ള ഒരു സെമിനാറായിരുന്നു അത്. അപ്പോൾ ഒരു സെഷൻ കഴിഞ്ഞിട്ട് സംവാദത്തിന് സമയം കൊടുക്കും. കാരണം എന്നും സഭകളിൽ പാസ്റ്റർമാർ പറയുന്നതല്ലേ കേൾക്കണമല്ലോ, മറ്റുള്ളവരാരും പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല, അറിയുന്നില്ല. അപ്പം ഞാൻ നടത്തുന്ന മീറ്റിങ്ങുകളിലൊക്കെ മറ്റുള്ളവരുടെ മിഷൻ്റെ ഐഡിയാസ് എന്താണ്, അവരുടെ കോൾ എന്താണെന്നുള്ളത് അവരുടെ നാവിൽ നിന്ന് കേട്ടക്കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മളെല്ലാം ഹിന്ദുക്കളും മുസ്ലിം സഹോദരങ്ങളും ഒക്കെ ജീവിക്കുന്നത് പോലെ നമ്മളും ജീവിക്കുന്നു. അവർ മക്കളെ വളർത്തുന്നു, നമ്മളും മക്കളെ വളർത്തുന്നു. അവരുടെ മക്കളെ അവർ വിവാഹം കഴിപ്പിക്കുന്നു, നമ്മുടെ മക്കളെ നമ്മൾ വിവാഹം കഴിപ്പിക്കുന്നു. അവർ സെറ്റിൽ ചെയ്യുന്നു, എല്ലാ സെറ്റിൽമെൻറ്റും കഴിയുന്നു. നമുക്ക് 80 വയസ്സ് 90 വയസ്സ്, അവർക്ക് 80-90 മരിക്കുന്നു. അവർക്ക് കബറടക്കം, നമുക്ക് നിത്യതയിലേക്കുള്ള പറക്കം. ഓക്കെ, എല്ലാം ഏകദേശമൊക്കെ ഒരുപോലെയാണ്. ആം ഐ കറക്റ്റ്? പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മെ വ്യത്യസ്തരാക്കുന്നൊരു കാര്യം നമ്മുടെ മേലുള്ള കോളിംഗ് ആണ്. യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നതുകൊണ്ട് നമുക്ക് കിട്ടിയ വിളിയാണ്, മിഷനാണ്, വിഷനാണ് നമ്മുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അവർ നമ്മളുമായിട്ട് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും സാധാരണ കാണാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിളി എന്താണ്? അപ്പോൾ ആ പിള്ളേർ എന്നോട് ചോദിച്ച ചോദ്യം, എന്താണ് പാസ്റ്റർ ഞങ്ങളുടെ വിളി? ചിലരുടെ ചോദ്യം, ജോലിയോടുകൂടെ വേലയാണോ അതോ ഞങ്ങളുടെ വേല പൂർണ്ണസമയ വേലയാണ്? അപ്പോൾ ഞാൻ 4-5 ദിവസം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഓരോരുത്തരെ ഇരുത്തി ഞാൻ അവരോട് ഹൃദ്യമായി സംസാരിച്ചു. കാര്യം പലതിനെക്കുറിച്ചുമുള്ള അറിവില്ലായ്മകളും മുമ്പോട്ടുള്ള നോട്ടത്തിൽ അവരുടെ മുമ്പിൽ വരുന്ന ഉത്തരവാദിത്തങ്ങളുടെ വലിയ ശ്രേണി അവർക്ക് കീഴടക്കാൻ കഴിയാതെ അവരുടെ വെളിയിൽ നിന്ന് പലപ്പോഴും അവർ മാറിപ്പോകുന്നത് കൊണ്ട് അടുത്ത ജനറേഷനെ ഇറക്കാൻ പലർക്കും കഴിയാതെ വരികയാണ്. നമ്മളെല്ലാവരും കോളേജുകളിൽ പഠിച്ചവരാണ്. കോളേജുകളിൽ നമ്മുടെ +1, നമ്മുടെ +2, പ്രീ ഡിഗ്രി വിദ്യാഭ്യാസങ്ങൾ, യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മൾ കഴിഞ്ഞു വന്നവരാണ്. ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ച ഒരാളാണ്. നിങ്ങളതിനേക്കാൾ കൂടുതൽ പഠിച്ചവർ. നിങ്ങൾ കണ്ടിട്ടില്ലേ കലാലയ രാഷ്ട്രീയം? കലാലയത്തിൽ തുടങ്ങുന്ന രാഷ്ട്രീയം കണ്ടിട്ടില്ലേ? കോൺഗ്രസിനും കമ്മ്യൂണിസത്തിനും BJPക്കും ഒക്കെ കലാലയ രാഷ്ട്രീയങ്ങൾ. എന്താ കാര്യം? അവരൊക്കെ മെച്ചുവറായതിന് ശേഷമല്ല അവർ രാഷ്ട്രീയ നേതാക്കന്മാരായത്. അവരുടെ സ്കൂൾ, അവരുടെ കോളേജ് തലങ്ങളിൽ അവർ പിള്ളേരെ അഭ്യസിപ്പിച്ച് ആ നാളുകളിലെ തലമുറകളെ തല്ലാനാകട്ടെ കൊല്ലാനാകട്ടെ അവർ വളർത്തിയെടുക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ സഭകളിൽ അങ്ങനെ ഒരു ട്രെയിനിങ് നമ്മുടെ പിള്ളേർക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഈവൻ നന്നായിട്ടൊന്ന് പരസ്യമായി പ്രാർത്ഥിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന തലമുറകൾ നമ്മുടെ പള്ളികളിൽ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പണ്ടൊക്കെയാണ് നമ്മുടെ സൺഡേ സ്കൂളുകളൊക്കെ സ്ട്രോങ് ആയിരുന്നു. സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾ വാക്യമൊക്കെ കാണാതെ പഠിച്ച് മത്സരങ്ങൾ, പാട്ടുകൾ, അവർക്ക് വാശിയായിരുന്നു. ജയിക്കണം, ആത്മീയത്തിൽ സ്ട്രോങ് ആകണം. അവർ ഫാസ്റ്റ് ചെയ്യുന്നു, അപ്പൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് അവർ സമയം സ്പെൻഡ് ചെയ്യുന്നു. എന്താ? അടുത്ത ജനറേഷനെ കൊച്ചു കലാലയങ്ങൾ മുതലേ വളർത്തിയെടുത്തത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇന്ന് സുവിശേഷ വേലയിൽ ശക്തരായി നിൽക്കുന്നത്? എങ്കിൽ നമുക്കല്ല അടുത്ത ചാൻസ്, നമ്മുടെ പിള്ളേർക്കൊരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയുമ്പോഴും അവരുടെ മിനിസ്ട്രിയോ വേലയോ കണ്ട് കൈ തട്ടാൻ പറ്റുന്ന ഒരപ്പൻ, ഒരമ്മ ഒരു പള്ളിയിലുണ്ടെങ്കിൽ ആ പള്ളി വിജയിച്ചു. എന്നോട് ചേർന്ന് കരം ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ ദൈവത്തെ? എൻ്റെ കൂടെ കുറേ പിള്ളേരുണ്ട്, കുറച്ച് ചെറുപ്പക്കാരുണ്ട്. അവർക്കൊന്നും ചൊവ്വേനേരം ഒന്നും പറയാനുള്ള കരുത്തൊന്നുമില്ല, അവർക്ക് അങ്ങനെയൊന്നും അറിയത്തൊന്നുമില്ല. ആദ്യം വന്ന് എന്നോട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്, 10 മിനിറ്റ് എനിക്ക് തരികയാണ്, പിന്നെ പള്ളി ഞാനില്ല എന്ന് പറയും. മേലെ ഞാൻ പള്ളിയിലോട്ടില്ല, ഞാൻ ഇനി ചർച്ചിലേക്ക് വരുന്നില്ല, 5 മിനിറ്റിന് വേണ്ടി എന്നെ വിളിച്ചേക്കർ. വേറെ വണ്ടി ഓടിക്കണോ? ഞാൻ വണ്ടി ഓടിച്ചോളാം. എന്നോട് പറയണ, ഞാൻ ചർച്ച് ക്ലീൻ ചെയ്യണോ? ഞാൻ ചർച്ച് ക്ലീൻ ചെയ്യും. വണ്ടി കഴുകണോ? ഞാൻ വണ്ടി കഴിക്കണം. ദൈവത്തെ ഓർത്ത് പാട്ട് പാടാൻ മൈക്ക് എനിക്ക് തരരുത്, സാക്ഷ്യം പറയാൻ മൈക്ക് എനിക്ക് തരരുത്. അന്ന് ഉറപ്പാണ് അവന് സാക്ഷ്യം പറയാൻ മൈക്ക് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് വന്ന് പിള്ളേരൊക്കെ സ്ട്രോങ് ആയി.
ഞാൻ ചിലയിടത്തൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പം ചിലർക്ക് ഞാൻ 10-15 മിനിറ്റ് കൊടുക്കുമ്പം വിറച്ചോണ്ടാണെങ്കിലും തലേദിവസം പറഞ്ഞാൽ ഉറങ്ങുകയല്ല, ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കും. എന്നിട്ടാണ് പോയി, ഞാനും അങ്ങനെ ആയിരുന്നു പണ്ട്. അല്ലെങ്കിൽ എന്നെ വളർത്തിയെടുത്ത ഒരു പാസ്റ്റർ, എന്നെ വളർത്തിയെടുത്ത ശൈലി എങ്ങനെയാണെന്നറിയോ? 95 ഞാൻ പാസ്റ്റർ NG സാംകുട്ടി പാസ്റ്ററിൻ്റെ ചർച്ചിൽ ഒരു ശിഷ്യനായിട്ട് ഞാൻ ചേരുക. 95 ബൈബിൾ സ്കൂളിൽ പഠിച്ചങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ആദ്യം കാണുന്ന അദ്ദേഹത്തെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയൊക്കെ ഒന്ന് കാണണം. എന്തൊരു അനോയിൻറ്റഡായ മിനിസ്ട്രിയാണെന്നറിയാമോ? ഞാൻ 5 വർഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. 5 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കിൽ പോലും എനിക്ക് പിടിക്കാൻ അദ്ദേഹത്തെ പറ്റിയില്ല. അദ്ദേഹം അത്ര പെർഫെക്റ്റായി ഈ വിശുദ്ധ തിരുവെഴുത്തിനെ ഭയപ്പെട്ടൊരു ദൈവദാസൻ. വീട്ടിലാകട്ടെ, ഭാര്യയോടാകട്ടെ, മക്കളോടാകട്ടെ, കൂടെയുള്ള വേലക്കാരോടാകട്ടെ, സഭയോടാകട്ടെ, അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയുടെ ഡെപ്തായിട്ടുള്ള ആ തലം ഞാൻ കണ്ടതാണ്. 5 വർഷം ഞാൻ കൂടെ നടന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ അന്തി ഉറങ്ങിയതാണ്. അദ്ദേഹം മിനിസ്ട്രിക്ക് കൊണ്ടുപോകുന്ന സമയങ്ങളിലൊക്കെ തികഞ്ഞ ഭയഭക്തിയോടെ അദ്ദേഹത്തെ അടുത്തും അകലെയും നിന്നുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിച്ച ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ആയിരങ്ങളെ നേടാമെന്ന് തെളിയിച്ച ഒരു ദൈവദാസൻ. ഇന്നത്തെ പോലെയുള്ള മീഡിയകളുടെ അതിപ്രസരങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് മുട്ടുമടക്കി 4-5 മണിക്കൂർ നദി ഒഴുകുന്നത് പോലെ കണ്ണിക്കൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുമായിരുന്നു. അന്യഭാഷകളിൽ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവശക്തി അടുത്തിരുന്ന് പ്രാപിക്കുമായിരുന്നു. ഓരോ മിനിസ്ട്രിയും കഴിയുമ്പോൾ ഓടിച്ചെന്ന് കൈ പിടിച്ച് തലയും നിർബന്ധമായിട്ട് വെപ്പിക്കുമായിരുന്നു. കാര്യം ആ അഭിഷേകം ഒന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പുറകെ ഓടി നടന്ന ഒരു ദൈവദാസനാണ് ഞാൻ. അദ്ദേഹത്തെ ഒരിക്കൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിന് വിളിച്ചു. ചർച്ച് ഓഫ് ഗോഡ് തുവിയൂർ കുക്ക് സാഹിബ് സ്ഥാപിച്ച സഭയുടെ 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ 39ഉം 40ഉം ദിവസത്തെ മീറ്റിങ്ങിന് വിളിച്ചു. അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. അദ്ദേഹം അവരെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷിക്തനുണ്ട്, അദ്ദേഹം വന്ന് 39ആം ദിവസം വന്ന് പ്രീച്ച് ചെയ്യും, അദ്ദേഹത്തെ വിളിച്ചാട്ടെ, അദ്ദേഹം എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അവരെന്നോട് സംസാരിച്ചു, വരണം. ഇതൊന്നും അറിയുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, ഞാൻ പ്രസംഗിക്കത്തുമില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു മീറ്റിങ്ങിന് പോയിട്ടുമില്ല, എന്നെ ആരും പ്രസംഗിക്കാൻ വിളിച്ചിട്ടുമില്ല. എൻ്റെ ഏറ്റവും വലിയ മിനിസ്ട്രി പാസ്റ്ററിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഫോൺ വെച്ചു. പാസ്റ്ററിനോട് പറഞ്ഞു, ഒരു ചെറിയ ചർച്ചാണ്, അങ്ങേയറ്റം പോയാൽ 10 പേര് കാണും, പോയി പ്രസംഗിക്കുക. അപ്പോൾ 10 പേരെ ഉള്ളെന്നറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞ്, ഞാൻ പോയി പ്രസംഗിച്ചോളാം, കാരണം 10 പേരല്ലേ ഉള്ളൂ, ഈസി ആയിട്ട് ഞാൻ പോയി പ്രസംഗിച്ചോളാം. പാസ്റ്ററിൻ്റെ ചർച്ചിൽ 500-550 പേര് അന്നുണ്ട്. അവിടെ പ്രെയർ സെല്ലിലൊക്കെ 10, 20, 30 പേരൊക്കെ ഓരോ സെല്ലിൽ വരുമ്പോൾ ഞാൻ പോയി മീറ്റിംഗ് നടത്താറുണ്ട്, പ്രസംഗിക്കാറില്ല. അതായിരുന്നു സാം ജോസഫ് എന്ന ഞാൻ. പ്രൈസ് ഗോഡ്. അപ്പം ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ പോകാം ഒരു പകലും രാത്രി. അപ്പം എന്നോട് പറഞ്ഞു, എക്സ്ട്രാ 2 ജോഡി ഡ്രസ്സ് കൊടുത്തു. ഞാൻ പറഞ്ഞു, എന്തിനാ എക്സ്ട്രാ 2 ജോഡി ഡ്രസ്സ്? പകലത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ രാത്രി എനിക്ക് വേറൊരു ഡ്രസ്സ് പോരെ എക്സ്ട്രാ. ഇരിക്കട്ടെ, എടുത്തോളാൻ പറഞ്ഞു. ഞാൻ എടുക്കാൻ മനസ്സ് വെച്ചില്ല, കാര്യം അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ എന്നോട് പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, ഫസ്റ്റ് സെഷൻ കഴിയുമ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറയണം, നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെയാണ് ഇങ്ങോട്ട് അയച്ചത്, ഇന്ന് വിളിച്ചു, നാളെയും കൂടി ഞങ്ങളുടെ നടുവിൽ ശുശ്രൂഷിപ്പിച്ചിട്ടേ വിടൂ എന്ന് എന്നോട് വിളിച്ച് പറയണം. അപ്പം ഞാനൊന്ന് വിറച്ച്, കാര്യം അങ്ങനത്തെ ഒരു കോള് വന്നില്ലെങ്കിൽ ഈ ഫോളോ ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോത്തില്ലേ. അപ്പം ഞാൻ എക്സ്ട്രാ ഒരു ജോഡിയും കൂടി വിശ്വാസത്തോടെ എടുത്ത് ഞാൻ പോവാം. ബസ്സിൽ കയറി പാലാരിവട്ടത്തു നിന്ന് ഞാൻ മണക്കാല എത്തി, അടൂരെത്തി. അടൂരിൽ നിന്ന് തുവയൂർക്ക് അടുത്ത ബസ്സിൽ കയറി ഞാൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചർച്ചിൻ്റെ സൈഡിൽ വന്നു. ആളെ കണ്ടപ്പോൾ എൻ്റെ അകവാൾ വെട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വിഷമം തോന്നി, കാരണം എന്നോട് പറഞ്ഞേക്കുന്നത് 10-ൽ താഴെ ആളേ ഉള്ളൂ. ഞാൻ ചെന്നപ്പം 100 കണക്കിന് പേര് ഇങ്ങനെ, വലിയ ചർച്ചല്ലേ, പഴയ ചർച്ചല്ലേ. ഞാനാകെ വിഷമിച്ചു. പാസ്റ്റർ ഓടി വന്നു, സാം പാസ്റ്റർ വന്നാട്ടെ, സാംകുട്ടി പാസ്റ്ററിനെ സ്വീകരിക്കുന്ന അതേ സ്വീകരണം എനിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് സ്വീകരണമൊന്നും വേണ്ട, മൊബൈലൊന്ന് തരാമോ, സാംകുട്ടി പാസ്റ്ററിനെ വിളിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു. അത് എൻ്റെ മൊബൈലൊന്നും ഇല്ല. അപ്പോൾ അവർ വിളിച്ചത്, സാം പാസ്റ്റർ വന്നിട്ടുണ്ട്, കൊടുക്കുക. അപ്പോൾ അന്നൊന്നും എന്നെ സാം പാസ്റ്ററിനെ വിളിക്കാനുള്ള ആളില്ല. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ച്. എന്നെ പറ്റി? ഞാൻ പറഞ്ഞു, ഇവിടെ 100 കണക്കിന് പേരാ, പഴയ ചർച്ച തുവയൂരിൻ്റെ. പാസ്റ്റർ എന്നാ ഇങ്ങനെ ചെയ്തേ? എന്നോട് പറഞ്ഞു, ഒത്തിരി ആളുണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ പോത്തില്ല, 10 പേര് താഴെയുണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ പോകും, ധൈര്യമായിട്ട് കയറിക്കോ, ഞാനിപ്പം മുട്ടുമടക്കുക ഇവിടെ പ്രാർത്ഥിക്കാൻ, ഇന്ന് ദൈവം സാംബാസിനെ ഉപയോഗിക്കും. ആ സ്റ്റേജിൽ ഞാൻ ഇരുന്നതൊക്കെ അലമുറയിട്ട് കരയാവുന്ന ശൈലിയിലാണ്. പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ജനത്തെ കണ്ടപ്പോഴേ എൻ്റെ മുഴുവൻ ഇടപാടും പൂട്ടി. ഞാൻ അവിടെ നിന്ന് ഒരൊറ്റ കരച്ചിലാണ്.
പിന്നത്തെ മിനിസ്ട്രിയൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിതൊന്നും അറിയത്തില്ല. അന്നത്തെ സെഷൻ പവർഫുള്ളായിരുന്നെന്ന് അവർ പറയണേ, എനിക്കറിയത്തില്ല. മീറ്റിംഗ് അങ്ങോട്ട് തീർന്നു, എന്നെ ഭക്ഷണം കഴിക്കാൻ അകത്തോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററിനെ എൻ്റെ അടുത്തിരുന്ന് ഫോൺ ചെയ്യുന്നു, ഈ ദൈവദാസനെ നാളെ രാത്രിയിലെ മീറ്റിംഗ് കൂടെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ വിടുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ഉടനെ പാസ്റ്റർ പറഞ്ഞു ഫോൺ സാംപാസ്റ്റർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഫോൺ എടുത്തൊരൊറ്റ കരച്ചിലാണ്. പുള്ളി പറഞ്ഞു, സാംപാസ്റ്ററെ നിങ്ങളുടെ പുറത്തെ മിനിസ്ട്രി തുടങ്ങിയിരിക്കുകയാണ്, അന്ന് മുതലുള്ള ഓട്ടമാണ് ഇന്ന് പകൽ ഞാനിവിടെ നിൽക്കണേ. എന്തിനാ ഞാനിത് പറഞ്ഞെന്നറിയാമോ? അടുത്തൊരാളെ പൊക്കിയെടുക്കാൻ പറ്റുന്നതാ ഏറ്റവും വലിയ മിഷൻ. ഒരപ്പൻ്റെ ഹൃദയം അകത്ത് കയറിയവർ, അമ്മയുടെ ഹൃദയമുള്ളവരൊക്കെ ഒന്ന് മനസ്സറിഞ്ഞൊന്ന് അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ച് ലട്ടാക്കാബാധ ജനക. കണ്ണടയുന്നതിന് മുമ്പ് എനിക്കൊരാളെ ലിഫ്റ്റ് ചെയ്യണം, എനിക്കൊരാളെ ലിഫ്റ്റ് ചെയ്യണം. കണ്ണടയുന്നതിന് മുമ്പ് എനിക്കൊരാളെ ലിഫ്റ്റ് ചെയ്യണം. എൻ്റെ പേരിൽ ഒരാൾ അനോയിൻറ്റഡ് ആകണം, എൻ്റെ പേരിൽ ഒരാൾ ഒരു അപ്പോസ്തലനാകണം, എൻ്റെ പേരിൽ ഒരാൾ ഒരു ഡിസൈപ്പിൾ ആകണം. എനിക്കൊരു ഗ്രാമത്തെ സുവിശേഷീകരിക്കണം. ഞാൻ പോയില്ലെങ്കിലും എൻ്റെ സ്തോത്ര കാഴ്ച കൊണ്ടാണെങ്കിലും എനിക്കൊന്ന് ലിഫ്റ്റ് ചെയ്യണം. കമാൻ, വാ തുറന്നൊന്ന് അന്യഭാഷയിൽ സംസാരിക്കാമോ? മഥന ഖല ധര ജലധര ഹാമില സറ്റലബ ധൽകരബഗ ശഖധരബഖ. Oh Jesus. Thank you Lord. Ebra bakash. Libra bakasha kataraba. നിങ്ങളുടെ നടുവിൽ അനോയിന്റഡ് ആയിട്ടുള്ളവരെ ലിഫ്റ്റ് ചെയ്യട്ടെ. നിങ്ങളുടെ നടുവിൽ കഴിവുകൾ ഉള്ളവരെ ലിഫ്റ്റ് ചെയ്യട്ടെ. നിങ്ങളുടെ പേരിൽ മറ്റൊരാളെ എടുത്ത് നിർത്താനുള്ള ഒരു അഭിഷേകം കർത്താവ് തരട്ടെ. ജീസസ്. എല്ലാ വന്ധ്യതയുടെ സ്പിരിറ്റിനെയും ബ്രേക്ക് ചെയ്യുക, വന്ധ്യതയുടെ ആത്മാവിനെ ബ്രേക്ക് ചെയ്യുക. അടുത്ത ജനറേഷനെ പ്രസവിക്കാത്ത വന്ധ്യതയുടെ ബന്ധനം യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. ലബ്രോ സനന്തവലബരബബ ശബദബരബദജലഗ ബൗശമനഗദലവ ഹദരിഗഡഗലഗനഗസ്. ജീസസ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമല്ലോ. ഈ കഴിഞ്ഞ ഇടയിൽ ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, സാംപാസ്റ്ററെ ഇന്ന ദിവസം ഒരു മീറ്റിങ്ങിന് വരാമോ? ഞാൻ ആ ദിവസം നോർത്തില്ല, എനിക്ക് വരാനൊക്കത്തില്ല. മറ്റൊരാളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറയാനൊക്കത്തില്ല, കാരണം എനിക്ക് ഒത്തിരി ദൈവദാസന്മാരുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ ചോദിച്ചു എന്ത് മീറ്റിങ്ങാണ്? ഇന്ന മീറ്റിങ്ങാണ്. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വിളിക്കാം, കട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ആരെ അയക്കും? പെട്ടെന്ന് കർത്താവിൻ്റെ ആത്മാവ് എനിക്കൊരു ദൈവദാസനെ പരിചയപ്പെടുത്തി. ആത്മാവിൽ എൻ്റെ മനസ്സിൽ തന്നു. അദ്ദേഹം വലിയ പ്രീച്ചറൊന്നുമല്ല, പക്ഷെ ദൈവാത്മാവിനോട് പറഞ്ഞു അദ്ദേഹത്തെ അയച്ചാൽ ഒരു ഡെലിവറൻസ് ഉണ്ടാകും. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ദൈവദാസൻ എവിടെയാണ്? അദ്ദേഹം ഒരു പാസ്റ്റർ അല്ല, എന്നാൽ ഒരു പാസ്റ്ററിൻ്റെ മകനാണ്. അദ്ദേഹം ഒരു നല്ല സിംഗറാണ്, നല്ല ഒരു വർഷിപ്പറും ഒക്കെയാണ്. അങ്ങനെ ആൾക്കാർക്കൊന്നും അറിയാത്ത ഒരു ദൈവദാസൻ. പക്ഷെ അദ്ദേഹം ക്യാരി ചെയ്യുന്ന അഭിഷേകം എനിക്കറിയാം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ആയിരങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അഭിഷേകം ക്യാരി ചെയ്യുന്നവർ കുറവായിരിക്കും. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞൊരു മീറ്റിംഗ് ഉണ്ട്, അവരെന്നോട് ചോദിച്ചു വരാമോ? ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് പറ്റില്ല, ഇയാളെ പോയി പ്രീച്ച് ചെയ്യണം പറഞ്ഞു. ഇദ്ദേഹം എന്നോട് പറയാത്തൊന്നുമില്ല. എന്താ ഓർത്തിട്ടാണ് എന്നോട് പറയണേ? ഞാൻ പാട്ട് പാടുന്ന ഒരാളെന്നല്ലേ അറിയാവുള്ളൂ, പ്രസംഗിക്കുന്ന ഒരാളെന്നറിയാം. ഞാൻ പറഞ്ഞു നീ പ്രസംഗിക്കേണ്ട, നീ പാട്ട് പാടിയാൽ മതി. എത്ര പേരുണ്ട് മീറ്റിംഗ്? ഞാൻ പറഞ്ഞു അങ്ങേറ്റം പോയ 10-20 പേര് കാണും.
നിനക്കൊരു പാട്ട് പാടിയിട്ട് തിരിച്ചു പോകുന്നതിന് കുഴപ്പമുണ്ട്. ഒരു കുഴപ്പമില്ല, നമ്പർ കൊടുത്തോ, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു പാട്ട് പാടും. ഞാൻ അവരോട് പറയുക, ആ പാട്ടിൽ ദൈവസാന്നിധ്യം ഇറങ്ങും, അതിനുശേഷം അദ്ദേഹം ദൂത് പറഞ്ഞോളൂ. ഹല്ലേലൂയ. ഒരെണ്ണം അവർ പറഞ്ഞു അത് മതി. ഇവർ വിളിച്ചിട്ട് പറഞ്ഞു വരണം. സാംബാസ് പറഞ്ഞു ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ എനിക്ക് പറ്റിയ അതേ അബദ്ധം അദ്ദേഹത്തിനും പറ്റി. കാര്യം ആ ചർച്ചിൽ തന്നെ 500-ലധികം പേരാ. എന്നെ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തത്. എനിക്കറിയാം എന്നെ ചീത്ത വിളിക്കുന്നതാണ്, വഴക്ക് പറയാൻ വിളിക്കുന്ന. ഞാൻ എടുത്തില്ല. ഞാൻ മെസ്സേജ് അയച്ചു, ധൈര്യമായിട്ട് പാട്ട് പാടിയിട്ട് തുടങ്ങിയാൽ മതി, വേറൊന്നും ചെയ്യണ്ട, നീ പാടുമെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുത്തു. അദ്ദേഹം അവിടെ ചെന്ന് എഴുന്നേറ്റു. ഇതേ ഇപ്പോൾ സാംബാസ് അയച്ച ദൈവദാസം വന്ന് മിനിസ്ട്രി ചെയ്യുന്നു. ഇദ്ദേഹം അവിടെ എഴുന്നേറ്റുന്നൊരു പാട്ടങ്ങ് പാടി. സഹോദരങ്ങളെ, പാട്ടിൽ സാന്നിധ്യം ഇറങ്ങി, ദൈവശക്തി അങ്ങോട്ട് ഇറങ്ങിയ അഭിഷേകത്തിൻ്റെ ഒരു മിനിസ്ട്രി. ഇദ്ദേഹം അവിടെ നിന്നോട്ട് പ്രവചിക്കാൻ തുടങ്ങി, ദൈവശബ്ദം അറിയിക്കാൻ തുടങ്ങി. ഒരസാധാരണ മൂവ് അവിടെ നടക്കുകയാണ്. ഇദ്ദേഹത്തിന് പോലും അറിയുന്നില്ല എന്താ സംഭവിക്കണേ. ഞാനത് പറഞ്ഞു വരുന്നറിയാമോ, ചിലരെയൊക്കെ ഒന്ന് തട്ടി ഒന്ന് എഴുന്നേൽപ്പിച്ചാൽ മതി, തീ ഇറങ്ങും. എഴുന്നേൽപ്പിക്കാൻ പറ്റാത്തവരൊക്കെ എഴുന്നേൽപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ഗതികേടൊക്കെ വന്നേ. ജഡീകന്മാരെ അല്ലേ എഴുന്നേൽപ്പിക്കാൻ ആളുണ്ട്, ആത്മീകരെ എഴുന്നേൽപ്പിക്കാൻ ആളില്ല. ബുദ്ധിയിൽ പ്രസംഗിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ ആളുണ്ട്, അഭിഷേകത്തിൽ പ്രസംഗിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ ആളില്ല. ബുദ്ധിയിൽ പ്രസംഗിക്കുന്നവൻ ആത്മാവിൻ്റെ തീയിൽ വെള്ളമൊഴിച്ച് കെടുത്തും. ബട്ട് ആത്മനിയോഗത്തോടെ എഴുന്നേൽക്കുന്നവൻ കനല് കോരിയിട്ടേ അവൻ നിൽക്കുകയുള്ളൂ. ഇന്നത്തെ പകല് ചില ബന്ധനങ്ങൾ കർത്താവ് അഴിക്കാൻ പോകുകയാണ്. ഇന്നത്തെ പകൽ ചില ആത്മമണ്ഡലത്തിലെ കെട്ടുകൾ കർത്താവ് അഴിക്കാൻ പോകുകയാണ്. ഇത് ദൈവം നമുക്ക് നൽകിയ ടൈമാണ് നെക്സ്റ്റ് ജനറേഷനെ ബിൽഡ് ചെയ്യുവാൻ. മിനിസ്ട്രി കഴിഞ്ഞു എന്നെ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എങ്ങനെയുണ്ട്? എൻ്റെ പൊന്ന് പാസ്റ്റർ ഒന്നും പറയണ്ട, നിങ്ങളെ ചീത്ത പറയാനാണ് ആദ്യം വിളിച്ചതെങ്കിലും ഒറ്റ പാട്ടിൽ ദൈവശക്തി ഇറങ്ങി. എനിക്ക് സന്തോഷമായി പാസ്റ്റർ. അതിനുശേഷം ആ മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ പോയി. പക്ഷേ ആ മീറ്റിങ്ങിൻ്റെ അകത്ത് മർത്തോമക്കാരായ ചില ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇദ്ദേഹത്തെ വിളിച്ചു. ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററിൻ്റെ പാട്ടും ആരാധനയെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു, ഞങ്ങൾ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു, ഞങ്ങൾ ദുബൈയിൽ നിന്ന് വന്നവരാണ്. അവർ പറയാ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നൊന്ന് പാടാവോന്ന് ചോദിച്ചു. വേറെ ഒന്നും ചെയ്യണ്ട, എന്ത് ചെയ്താൽ മതി. പുള്ളി പറഞ്ഞു ഞാൻ പാടാമെന്ന് പറഞ്ഞു. അവർ വിസയും ടിക്കറ്റും കൊടുത്ത് പുള്ളി പാടാൻ പോവുക. എവിടെ? ദുബൈയിൽ. മർത്തോമക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. ഇത് ഏജിലെ പാസിൻ്റെ മോൻ്റെ കാര്യം ഞാനീ പറയണേ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാംബാസ്റ്ററെ അവർ വിളിച്ചു, ഞാൻ പോകാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, നീ പോടെ, നീ എന്ന് പാടാൻ പറഞ്ഞു. ഇതേ സാന്നിധ്യം അവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, തലച്ചോറിൻ്റെ അകത്ത് ബുദ്ധിക്കകത്ത് വചനം നിറച്ചു വെച്ച് നമ്മൾ എന്ത് ചെയ്താലും ഒരു ഗുണം ഉണ്ടാകുകയില്ല. പക്ഷെ ആ നിറച്ചു വെച്ച വചനത്തിൻ്റെ അകത്ത് തീ പിടിച്ചാൽ ഉണ്ടല്ലോ, അതാണ് 1 Corinthians chapter 14 verse 14. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ബുദ്ധി അൺഫ്രൂട്ട്ഫുൾ എന്ന് എഴുതിയിരിക്കുന്ന അഫലമാകും. ഇന്നത്തെ പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ഒതുക്കുകയല്ല, ഞാൻ നിങ്ങളെ ഉയർത്തുകയാണ്, നിങ്ങളെ ഉണർത്തുകയാണ്. നിങ്ങളുടെ നടുവിൽ ചിലതിനെ കർത്താവ് അടുത്ത മിനിസ്ട്രിക്ക് വേണ്ടി ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തിലേക്ക് വെച്ച മീറ്റിംഗാണ് ഈ മീറ്റിംഗ്. ഒരു മിഷൻ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ബ്ലഡിൽ, നിങ്ങളുടെ സ്പിരിറ്റിൽ, നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ ഹാർട്ടിൽ സ്റ്റാമ്പായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തോട് പറ, യെസ് ലോർഡ്, എന്നെ യൂസ് ചെയ്തേ മതിയാകുള്ളൂ. പത്രോസിനെ യഹൂദന്മാരുടെ നടുവിലെ മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള നിയോഗം, സത്യത്തിൽ ജാതികൾക്ക് വേണ്ടിയുള്ള മിഷൻ കർത്താവ് പൗലൂസിനല്ല ആദ്യം കൊടുത്തത്, പത്രോസിനാണ് കൊടുത്തത്. ഫസ്റ്റ് മിഷൻ കർത്താവ് കൊടുക്കുന്നത്, വിഷൻ കർത്താവ് കൊടുക്കുന്നത് പത്രോസിനാണ്. അത് നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 10 വായിച്ചു കഴിയുമ്പോൾ അറിയാം. പത്രോസിന് ഒരു വിവശത വന്നപ്പോൾ തുപ്പട്ടി ദർശനം താൻ കണ്ടു. റൈറ്റ്? ആ ദർശനം എങ്ങോട്ടുള്ള ദർശനമായിരുന്നു? ജാതികളിലേക്കുള്ള ഒരു വിഷനായിരുന്നു. ആക്ച്വലി പൗലൂസിനല്ല ആ വിഷൻ കർത്താവ് ആദ്യം കൊടുത്തത്, പത്രോസിനാണ്. 10-ാം അധ്യായം കർത്താവ് പറഞ്ഞു, എടാ ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എണ്ണുന്നോ? പോകാൻ പറഞ്ഞു. താൻ പറഞ്ഞു, ഇല്ല ഞാൻ പോകത്തില്ല.
അവസാനം ദർശനം കഴിഞ്ഞ് ആൾ ഉണരുമ്പം കൊർന്നല്യോസിൻ്റെ ആൾക്കാർ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. സത്യത്തിൽ ഡോറ് തുറക്കുന്ന വിഷൻ കൊടുത്തത് പത്രോസനാണെങ്കിലും അത് ചെയ്തത് പൗലൂസാണ്. ഹല്ലേലൂയ. പൗലൂസിന് ആ വിഷൻ കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തി 22 വായിക്കുമ്പോഴാണ് പൗലൂസിന് ആ ദർശനം കിട്ടിയത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്നത്. 22 തൻ്റെ ടെസ്റ്റിമണി താൻ പറയുമ്പോൾ തൻ്റെ മിഷൻ എവിടെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നുണ്ട്. തൻ്റെ ടെസ്റ്റിമണി ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 22 22-ാം അധ്യായം 16 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാമോ? 16 മുതലുള്ള വാക്യം. ദമസ്കോസിൽ വെച്ച് കർത്താവ് പൗലൂസിനെ തൊട്ടതിന് ശേഷം അനന്യാസ് ചെന്നിട്ട് പറയുന്ന കാര്യമാണ്. 16 മുതൽ. ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവരുടെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകി കളക എന്ന് പറഞ്ഞു. അടുത്തത്, പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന്. അവിടെയാണ് റൂട്ട് തിരിയുന്നത്. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന സമയം ഒരു വിവശതയിലായി അവനെ കണ്ടു. ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന സമയം എന്ത് കണ്ടെന്നാ വായിക്കുന്നത്? ഒരു വിവശതയിലായി അവനെ കണ്ടു. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഒരാളുടെ മിഷൻ കർത്താവ് ഒന്ന് വെട്ടിത്തിരിക്കാൻ പോകയാ. അതിനു മുമ്പ് താനൊരു മിഷനറി ആയിരുന്നു. പൗലൂസ് ഒരു മിഷനറി ആയിരുന്നു. ആർക്ക് വേണ്ടിയാ? പിശാചിന് വേണ്ടി. സഭകളെ ഉപദ്രവിക്കുന്ന മിഷനായിരുന്നു പൗലൂസിന്റെ മിഷൻ. Am I correct? ആ ഒരു പുതിയ മിഷൻ ദമസ്കോസിൽ ചെയ്യാൻ വേണ്ടി പുള്ളി ആ മിഷന് വേണ്ടി ഓടിപ്പോയപ്പോഴാ തമ്പുരാൻ കയറി തൊടുന്നത്. യെസ് ഓർ നോ? തമ്പുരാൻ കയറി തൊടുന്ന ഒരു എൻകൗണ്ടർ ആയിരുന്നു അത്. കേണലങ്ങളൊക്കെ ആർമിയിൽ എൻകൗണ്ടർ എന്നുള്ള പദം ഇല്ലേ? എൻകൗണ്ടർ, ഏറ്റുമുട്ടൽ. ആ ഏറ്റുമുട്ടലിൽ ശൗല് തോറ്റു, യേശു ജയിച്ചു. തിരിച്ചു താൻ യെരൂശലേമിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിവശതയിൽ ആരെ കണ്ടെന്നാ വായിക്കുന്നേ? പറയൂ. യേശുവിനെ കണ്ടു. ഇനി വായിച്ചാട്ടെ. നീ ബന്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ടുപോകുക. നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു. യെരൂശലേമിലെ യഹൂദന്മാരോട് നീ ഇപ്പൊ പ്രസംഗിച്ച അവരെന്ത് ചെയ്യത്തില്ല? പറ. അവര് കൈക്കൊള്ളത്തക്കവണ്ണം പറയാൻ ഞാൻ ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയാ പത്രോസ്. അപ്പൊ നീ ഇപ്പൊ തിരിച്ചു വന്നിട്ട് നീ ഇപ്പൊ യെരൂശലേമിലെ യഹൂദന്മാരോട് സംവാദിച്ചാൽ അവരെന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. നിങ്ങൾ നോക്കിയേ, യെരൂശലേം വിട്ടു പോകുക, നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു. അതിന് ഞാൻ 19 കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടിപ്പിക്കുകയും ചെയ്തുവെന്നും നിന്റെ സാക്ഷിയായ സ്റ്റെഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച് അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതെ, കറക്റ്റ്. അടുത്തത്, അവൻ എന്നോട് നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു. ഓ ഹല്ലേലൂയ. ഈ വാക്യം ഒരു 10 ആവർത്തി നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ദയവ് ചെയ്ത് നമ്മുടെ വാളിൻ്റെ മുന ഒടിയുന്ന ഒരു പണിക്ക് നിൽക്കരുത്. അതാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. നമ്മുടെ അഭിഷേകത്തിൻ്റെ മൂർച്ച കുറയുന്ന ഒരു പണിക്ക് നിന്നാൽ ജനലക്ഷങ്ങളെ വെട്ടി വീഴിക്കാനുള്ള ഈ പവർ ഈ യെരൂശലേം കൊണ്ട് തീർന്നു പോകും. സ്തോത്രം. പൗലൂസും കൂടി തിരിച്ചു വന്ന് യെരൂശലേമിൽ വന്ന് ഒരു സഭയും കൂടി പത്രോസിൻ്റെ സഭയുടെ ഇപ്പുറത്ത് ഇട്ടിട്ട് അവിടെ പാസ്റ്ററായിട്ട് പൗലൂസും കൂടി ഇരിക്കുകയായിരുന്നെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെ പ്രോദ്ഘാടനം, ദൈവരാജ്യത്തിൻ്റെ പ്രസരിപ്പ് ഈ നിലയിൽ മൂവ് ചെയ്യുമായിരുന്നോ? ഇല്ല. ഒറ്റ വിഷൻ കർത്താവ് അങ്ങോട്ട് ആത്മവിവശതയിൽ കൊടുത്തിട്ട് പറയുക, ഇവിടെ ഒരു ചർച്ചിലെ പാസ്റ്ററായിട്ട് ഇവിടെ കിടന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട, വിട്ടോളാൻ പറഞ്ഞു. നീ ഇവിടെ മെസ്സേജ് കൊടുത്താൽ ഇവിടെയുള്ള യഹൂദന്മാർ സ്വീകരിക്കില്ല. ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുകയാ. നീ ജാതികളുടെ അപ്പോസ്തലനായി മാറുകയാ. എൻ്റെ കൈ ഉയർത്തി ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഈ വേർഡിൻ്റെ അർത്ഥം എല്ലാവരും ഈ ബാംഗ്ലൂർ വിട്ട് പോവുക എന്നുള്ളതല്ല. നമ്മുടെ വിഷൻ അങ്ങ് ദൂരെയാണ്. ഇവിടെയാ താമസിക്കുന്നതെങ്കിലും നമ്മുടെ ദർശനത്തിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ഇങ്ങടുത്തല്ല, അങ്ങ് ദൂരെയാണ്. Am I correct? Come on, yes or no? എല്ലാവരും കര ഉയർത്തി പറ ആമേൻ.
നമ്മൾ താമസിക്കുന്നത് ഇവിടെയാണെങ്കിലും ഈ സറൗണ്ടിങ്സിൽ മാത്രമുള്ള വിഷനല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ ദർശനത്തിൻ്റെ ദൂരക്കാഴ്ച, നമ്മുടെ ദർശനത്തിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് അങ്ങ് ദൂരെയാണ്. ഈ ദൂരം മുഴുവൻ ക്രോസ് ചെയ്ത് തീരുമ്പോൾ പൗലൂസ് എഴുതിയൊരു പദം വ്യക്തമാണ്. റോമൻസ് ചാപ്റ്റർ 15 പൗലൂസ് എഴുതി, അങ്ങനെ ഞാൻ ജെറൂഷലേം മുതൽ ഇല്ലൂരിയ ദേശം വരെ, ചില കോണ്ടിനെന്റലുകളാണ് അതിൻ്റെ അകത്ത് വന്നത്, ഇല്ലിരിക്കം ദേശം വരെ ഞാൻ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷ ഘോഷണം പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. ഹുഡലബഗസിയാന. സഹോദരങ്ങളെ, വർഷത്തിൽ ഒരു മിഷണറിയെങ്കിലും പ്രസവിച്ചില്ല എങ്കിൽ നമ്മുടെ സഭ ആൻസർ ചെയ്തേ പറ്റുകയുള്ളൂ. ഇല്ലേ? കല്യാണം കഴിഞ്ഞൊരു 10 വർഷമായിട്ട് മക്കളില്ലാതെ വന്നാൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്ത് പറ്റി? 1 വർഷമാകുമ്പോഴേ ആൾക്കാർ ചോദിക്കും, വിശേഷമൊന്നും ആയില്ലേ, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 2 വർഷമാകുമ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു, ഡോക്ടർ എന്ത് പറഞ്ഞു? 5 വർഷമാകുമ്പോൾ എന്ത് പറ്റി? യെസ് ഓർ നോ? ഇല്ലേ? നിങ്ങളാരും മലയാളികളല്ലേ? എൻ്റെ മലയാളം മനസ്സിലാകണില്ലേ? ഇത് തന്നെയാണ്. ഒരു മിഷണറിയെ പ്രസവിച്ചില്ലേ, കർത്താവ് ചോദിക്കും, വിശേഷമൊന്നും ആയില്ലേ, എന്ത് പറ്റി? ഡോക്ടറെ കാണിച്ചില്ലേ, ബന്ധനം അഴിഞ്ഞില്ലേ, എന്തേ മിണ്ടാത്തെ? വർഷത്തിൽ ഒരാത്മാവിനെയെങ്കിലും നേടിയില്ലേ, കർത്താവ് ചോദിക്കല്ലേ, വിശേഷമൊന്നും ആയില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫിസിക്കലി ആണോ, സാറ്റാനിക്കാണോ, ട്രഡീഷനാണോ? ചോദിക്കല്ലേ. ഇന്ന് ആ കെട്ടഴിയണം. ഡിസംബർ 31 മുമ്പ് ഒരു പ്രസവം നടത്തിയിരിക്കണം. ആത്മാക്കളിൽ ഒന്നിനെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ഡെലിവറി സഭ നടത്തിയിരിക്കണം. Come on, please lift up your hands. പറ്റുന്നവർ മാത്രം ആ കരം സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനോട് പറ, ഒരാത്മാവിനെ എനിക്ക് തരണേ കർത്താവേ, ഒരാത്മാവിനെ എനിക്ക് തരണേ. മാലി ഠക്കറ ഖതന കടക സഭ ലയമസിയമ ഖതന. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ചർച്ചിൽ ടീച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇപ്പോൾ ചർച്ച എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു 40 lakhs എങ്ങാണ്ടുണ്ട് ഹിന്ദിക്കാർ. 40 lakhs, 40 ലക്ഷം. ഡേഞ്ചറസ് ആണ്. അപകടകരമായി കേരളം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, ഇന്നലെ പ്രൈം മിനിസ്റ്റർ വന്ന സമയത്ത് ആയിരക്കണക്കിന് ഹിന്ദിക്കാരാണ് ഒരുമിച്ച് തടിച്ചുകൂടിയേക്കുന്നത്. കേരളത്തിൻ്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ചർച്ചിൽ യങ്സ്റ്റേഴ്സിനോട് ഞാൻ ടീച്ച് ചെയ്ത് അവിടെ നല്ല ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഏത് കടയിൽ കയറിയാലും മിനിമം ഒരു ഹിന്ദിക്കാരനെ കാണും. മിനിമം ഒരു ഹിന്ദിക്കാരനെ. പച്ചക്കറി കടയിൽ കാണും. ഹോട്ടലിൽ അവർ മാത്രമേ ഹോട്ടലിലുള്ളൂ, വേറെ ആരുമില്ല. അവർ മാത്രമേ കേരളത്തിലെ ഹോട്ടലുകളിൽ, ഏത് കടകളിലും മാളുകളിലും എല്ലാം നോക്കിക്കോ, ഒരു ഹിന്ദിക്കാരനെ കാണും. ഞാൻ അവരോടെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ചോദിക്കണം, നിൻ്റെ പേരെന്താണ്? അവൻ പേര് പറയും, അവൻ്റെ ഗ്രാമം എവിടെയാണ്, അവനോട് സംസാരിക്കുക. ആ കടയിൽ തന്നെ 5-6 പ്രാവശ്യം കയറുകയല്ലേ, പല പ്രാവശ്യമാകുമ്പോൾ അവനോട് കൂട്ടുകൂടാൻ പറ്റും? ഇല്ലില്ല, നമ്മളങ്ങനെ ചോദിക്കുകയല്ല. കാരണം അവൻ തൊഴിലാളിയും നമ്മൾ മുതലാളിയും. പിന്നെ അങ്ങനെ നമ്മളവനോട് പേര് ചോദിക്കണേ? ആദ്യം നമ്മൾ നമ്മുടെ സീറ്റിൽ നിന്ന് താഴോട്ടിറങ്ങുക, മിഷൻ ചെയ്യണം. എന്താണ് മിഷൻ? എ ചാൻസ് ടു ഡൈ ഫോർ ക്രൈസ്റ്റ്. ഒരു മിഷൻ ചെയ്യണോ, നമ്മുടെ പൊസിഷൻ എന്ന സീറ്റിൽ നിന്ന് നമ്മൾ ആദ്യം താഴേക്ക് ഇറങ്ങുക. സാം പാസ്റ്റർ, ഞാൻ പാസ്റ്റർ എന്ന പൊസിഷനിൽ നിന്ന് താഴോട്ടിറങ്ങുന്നു. ഞാൻ എൻ്റെ വൈഫിനോട് എപ്പോഴും പറയും, കടയിൽ സാധനം മേടിക്കണ്ട, ഞാൻ പൊക്കോളാം, ഞാൻ പോയി സാധനം മേടിച്ചോളാം. ഞാനാ സാധനം മേടിക്കാൻ പോകുന്നത്. പല കടകളിൽ കയറി സാധനം മേടിക്കും. കാര്യം എന്താണെന്നറിയോ? ഒറ്റ കാര്യത്തിനാണ്, എനിക്ക് ഇവരെ കാണണം, ഇവരോട് സംസാരിക്കണം, രഹസ്യമായി ഇവരെ ഡീൽ ചെയ്യണം, ഇവരുടെ ടെലിഫോൺ നമ്പർ വാങ്ങിക്കണം. എത്ര ആൾക്കാരെയാണ് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് കൊടുത്തും ഹിന്ദി സന്ദേശങ്ങൾ അയച്ചു കൊടുത്ത് ഓരോരുത്തരെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയാമോ? ഞങ്ങളുടെ നാട്ടിൽ പാമ്പാടിയിൽ ഞങ്ങളുടെ ചർച്ചിൽ ഹിന്ദിക്കാർ വരുന്നുണ്ട്. കാരണം അവരെ എങ്ങനെയെങ്കിലും യേശുവിലേക്ക് നേടുക എന്നുള്ള മിഷൻ ഞങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ അവിടെ ആരും അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല. കാരണം അത് അവരുടെ ഡ്യൂട്ടി അല്ല. ഈ ചിന്തയാണ് അവരുടെ അകത്ത് വന്നിരിക്കുന്നത്. അല്ല, ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ? ഇന്നലെ പാസ്റ്റർജി എന്നെ അവിടെ കൊണ്ട് ഹോട്ടലിൽ കൊണ്ടാക്കി. ഒരു പയ്യനെ ഏർപ്പാട് ചെയ്ത് അവരെന്നെ പെട്ടിയൊക്കെ എടുത്ത് മേളി വന്നു. ഇവിടെ ഒരു പെട്ടി എടുത്ത് ഹോട്ടൽ റൂമിൽ വന്നവൻ, എൻ്റെ മുറിക്കകത്ത് വന്നവനെ ഞാൻ വിട്ടാൽ കാര്യം നടക്കും. എൻ്റെ മുറിക്കകത്ത് അവനെ കൊണ്ടുവന്നു. അപ്പം ഞാൻ അവനോട് എന്താ പറയണ്ടേ? ശരി മോനെ, ഓക്കെ, നീ പൊക്കോ എന്ന് വെച്ചാൽ ഞാൻ മുതലാളി, അവൻ തൊഴിലാളി, അവനല്ലേ എൻ്റെ പെട്ടി എടുത്തുകൊണ്ട് വന്നേ. അപ്പം ഞാൻ അവൻ്റെ മുമ്പ്, അവൻ സാറേ എന്നല്ലേ അവനെ എന്നെ വിളിക്കണേ? നോ, ഞാൻ അവനെ പിടിച്ചു നിർത്തിയൊരു ബംഗാളിയാണ്. കാരണം എനിക്ക് ബംഗാൾ സോങ്സ്, പല സോങ്സ് എനിക്കറിയാം, ബംഗാൾ സോങ്സ്. അവനവിടെ നിർത്തി. ഞാൻ അവനോട് കർത്താവിൻ്റെ സ്നേഹം പങ്കുവെച്ചു. പോകുന്നിടത്തൊരു ടിപ്പും ഒക്കെ കൊടുത്തു വിട്ടു. അവൻ സന്തോഷമായിട്ട് അവനോട് പറഞ്ഞു, വെയിറ്റ്, ഞാനിപ്പോൾ പോട്ട് ഒന്നുകൂടെ വരാമെന്ന് പറഞ്ഞു. 2ാം പ്രാവശ്യം വീണ്ടും വന്നു. എന്തിനാ പറയണമെന്ന് എനിക്കറിയില്ല. 4 ബോട്ടിൽ വെള്ളമായിട്ടാണ് വന്നത്.
അപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം കൂടി അവനെ ദൈവം എൻ്റെ കൈ കൊണ്ട് തരികയാണ്. ഇവിടെ തൊട്ടടുത്ത ഹോട്ടലിൽ ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നപ്പോൾ ഞാൻ കയറിയ ലിഫ്റ്റിൽ ഒരു പയ്യൻ അവൻ എന്നെ കണ്ടോട്ട് ചോദിച്ചു, എലീമിലെ ഗസ്റ്റാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊന്നും എലീമിലെ ഗസ്റ്റാണ്. ഞാൻ ചോദിച്ചു, നിൻ്റെ പേരെന്താ? അവൻ പേര് പറഞ്ഞു. അവന് കൽക്കട്ടയിൽ അവന് ഡൻകുണി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് അവൻ താമസിക്കുന്നത്. അപ്പോൾ ഡൻകുണിയിൽ അനുഗ്രഹിക്കപ്പെട്ട കുറേ ഗ്രൂപ്പിനെ ഞാൻ സ്ഥാനപ്പെടുത്തിയതാണ്. ഡൻകുണി തന്നെ എനിക്ക് തോന്നുന്നു ഒരു 60 പേരെ ഞാൻ സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, ഇന്നതാണ് ഞാൻ. എനിക്കറിയാം എലീമിലെ സ്റ്റാഫല്ലേ, എനിക്കറിയാം. എടാ, അവൻ എന്നെ അറിയാമെങ്കിൽ ഞാൻ അവനെ അറിയണ്ടേ? ഞാൻ അവനോട് സംസാരിച്ചു. ഫുഡ് കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം അവനോട് സംസാരിച്ചു. അവൻ വരുമ്പോൾ ഞാനൊരു ബംഗാളി സോങ് പാടാൻ തുടങ്ങി. തുമി আমার বন্ধু ജീസു തുമി മോമോ സാത്തി. ഇവനിങ്ങനെ സ്റ്റക്കായി നിൽക്കുക. ഒന്തോക്കാരേ തുമി ജമോ പോത്തക്കാരു പതി തുമി മോമോ സാത്തി. എനിക്കറിയാം നിങ്ങൾക്ക് കരുണാനിധി പാടാതെ നിങ്ങൾക്ക് കയ്യടിയും വരികയില്ല, നിങ്ങൾക്ക് അല്ലേലിയായും വരികയില്ല, ഉച്ചയ്ക്ക് ചോറ് ഇറങ്ങുകയില്ലെന്ന് എനിക്കറിയാം. ഇല്ലേ? കരുണാനിധി ഇല്ലാത്ത പണി പണ്ടൊക്കെ പോട്ടെ, ഞാനൊന്നും പറയണില്ല. അല്ലേലൂയ. അപ്പം ഇത് പാടിയവർ അവൻ എൻ്റെ അടുത്ത് നിന്ന്. കാരണം വേറൊരു ഭാഷയിലെ പാട്ട് നമ്മൾ മലയാളികൾ പാടുകയില്ല. നമുക്ക് എന്നുള്ളമേ സ്തുതിക്കാൻ നീ പറഞ്ഞേ. എടി, ഞാൻ IPC ജനിച്ച ഒരാളാണ്. സിയോൻ ഗീതാവിലി മൊത്തം എനിക്കറിയാം. പക്ഷെ ഞാൻ അവനോട് അടവി തിരക്കളിന് പാടിയ അവൻ പറയും സംതിങ് ഈസ് പ്രോബ്ലം സാറേ, ഞാൻ പോവാന്ന് പറയും. പക്ഷെ ഞാൻ ബംഗാളി അങ്ങോട്ട് പാടിക്കൊടുത്തറിന് അവൻ എൻ്റെ വലയിലായി. ഞാൻ പോരാ നേരത്ത് പറഞ്ഞു, പാസ്റ്റർ റൂമിലുണ്ടല്ലോ, എനിക്കൊന്ന് കാണണം. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും എനിക്ക് നിന്നെയാ കാണേണ്ടത്, നിനക്ക് എന്നല്ല, എനിക്ക് നിന്നെ കാണണം. എന്നാ കാര്യം? മിഷൻ. ഹല്ലേലൂയ. ഒരു മുടി വെട്ടുന്ന ഒരു പ്രൊപ്രൈറ്റർ, ഒരു ബാർബർ ഷോപ്പിലെ ഒരു പ്രൊപ്രൈറ്റർ ഒരു മനുഷ്യനെ നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ തലയിലേക്കാണ് നോക്കുന്നത്. യെസ് ഓർ നോ? അത് അവൻ്റെ മിഷനാണ്. നിങ്ങളൊരു ചെരുപ്പ് കടയുടെ മുമ്പിൽ കൂടെ നടന്നു പോക്കേ, അതിൻ്റെ അകത്തിരിക്കുന്ന സ്റ്റാഫോ ഓണറോ നോക്കുന്നത് നിങ്ങളുടെ കാലിലേക്കാണ്. കാര്യം ഇതവൻ്റെ ബിസിനസ്. കറക്റ്റ്. ആ പദം നല്ലതാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റിലും ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും ആ പദമുണ്ട്. 1 കിങ്സ് ബിസിനസ്, 2 ഫാദേഴ്സ് ബിസിനസ്. ഇത് രണ്ടും ബൈബിൾ പറയുന്ന പദങ്ങളാണ്. കിങ്സ് ബിസിനസ് പറഞ്ഞത് ദാവീദാണ്. രാജാവിൻ്റെ കാര്യം തിടുക്കമുള്ളത്. രാജാവിൻ്റെ കാര്യം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കിങ്സ് ബിസിനസ്. യേശു കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതാകുന്നു. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നത് ഫാദേഴ്സ് ബിസിനസ്. ഞാൻ എൻ്റെ അപ്പൻ്റെ ബിസിനസ്സിലായിരിക്കുന്നത്. ഇന്നിവിടെ വന്നിരിക്കുന്ന ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ചിനോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് തന്നൊരു ബിസിനസ്സുണ്ട്. നിങ്ങൾ നോക്കേണ്ടത് കാലിലോ തലയിലോ അല്ല, അവൻ്റെ ഹൃദയത്തിലേക്കാണ് നോക്കണ്ടേ. അവൻ്റെ ആത്മാവിലേക്ക് നോക്കണം. അവൻ നരകത്തിലേക്ക് ചെന്ന് വീണാൽ ആ രക്തത്തിൻ്റെ പങ്ക് നമുക്കും കൂടി ഉള്ളതാണ്. ഇന്ന് പകലൊരു മിഷൻ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. കർത്താവേ, ഇന്ന് രാത്രി കൺപോളയ്ക്ക് ഉറക്കം കൊടുക്കുന്നതിന് മുമ്പ് ഒരാളോട് യേശുവിനെ പറയും. ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ? ബന്ധക്കാരിൽ സ്വന്തക്കാരിൽ ഒരാൾ സ്നാനപ്പെടാത്ത ഒരാളുണ്ടെങ്കിൽ വാട്സപ്പിലൊരു മെസ്സേജ്, മോനെ, ബ്രദറെ, സിസ്റ്ററെ, എടാ, യേശു നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എന്നിട്ട് കിടന്നുറങ്ങും. ഇല്ല എങ്കിൽ സംതിങ് ഈസ് പ്രോബ്ലം. നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ എന്തോ സംഭവിച്ചു പോയി. ഇന്ന് ആ കെട്ടഴിച്ചേ പറ്റുള്ളൂ. ഞാൻ കൈകൂപ്പി പറയുന്നു, പാരമ്പര്യം തലച്ചോറിന് പിടിക്കരുത്, തലച്ചോറിൽ അഭിഷേകം പിടിക്കട്ടെ. ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കരങ്ങൾ, പ്ലീസ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. ആ കരം സ്വർഗത്തിലേക്ക് ഉയർത്തി, ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും ദയവ് ചെയ്ത് ആ കരം ഉയർത്തിപ്പിടിച്ച് തലയ്ക്ക് മുകളിൽ ആ കരം ഉയരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവേ, ഞങ്ങൾ ഇന്ന് ഒരാളോട് യേശു നല്ലവനാണെന്ന് പറഞ്ഞിരിക്കും, യേശു രക്ഷകനാണെന്ന് പറഞ്ഞിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മൾ പാടുന്നൊരു പഴയ പാട്ടുണ്ടല്ലോ, നിര നിര നിരയായി അണിനിരന്നിടുവിൻ കുരിശിൽ പടയാളികളെ. ഞാൻ ആ പാട്ട് പല പ്രാവശ്യം ആവർത്തിക്കാറുണ്ട്. ആ വരി അങ്ങോട്ട് പാടുമ്പോൾ ഉണ്ടല്ലോ, രക്തം തിളയ്ക്കണ പോലെയാ, അല്ലേ? നിര നിര നിരയായി അണിനിരന്നിടുവിൻ കുരിശിൽ പടയാളികളെ. ജയ 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 കാഹളമൂതിടുവിൻ
ജയവീരനമേശുവിനായി ജയ 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 കാഹളമൂതിടുവിൻ ജയവീരനമേശുവിനായി യഹോവാ ദൈവമാ വിശുദ്ധ ജാതിനാ അവനവകാശമാം അവനീ തലത്തിൽ അപമാനം നമു അവകാശമെന്നോർത്തിടണം അവനീ തലത്തിൽ അപമാനം നമു അവകാശമെന്നോർത്തിടണം അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ അനന്തയുഗം വാണിടും അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ അനന്തയുഗം വാണിടും യഹോവ ദൈവമാം വിശുദ്ധ ജാതിനാ അവനവകാശമാ. എന്നാ പവർഫുൾ ലിറിക്സ് അല്ലേ ആ വരികളൊക്കെ. ആരാ എഴുതിയെന്ന് എനിക്കറിയില്ല, ഏത് അപ്പച്ചനാന്ന് അറിയില്ല, പക്ഷെ സംഭവം പവറാണ്. അതുപോലൊരു പാട്ടുണ്ടല്ലോ, ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയിൽ കോട്ട ജയമെടുത്തീട ജയവീരൻ വരുവാ താമസമില്ലിനി ആയിരങ്ങൾ പതിനായിരങ്ങൾ പാപത്തിനാഴത്തിൽ വീണു കയറുവാൻ കര കാണാതുഴലുന്ന നേരം നേടിടാം സ്നേഹ കൊടിയാ കയറുവാൻ കര കാണാതുഴലുന്ന നേരം. സജീവറിനൊന്നും ഈ പാട്ടറിയില്ലേ? അത് പാടിക്കേ. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയിൽ. സത്യത്തിൽ ആ വരിയൊക്കെ ഒരു മിഷന്റെ അമ്മേ ഒരു മിഷന്റെ വരി അതൊക്കെ അല്ലേ. ആ വരികളൊക്കെ ഒരു 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 മിഷൻ. ഇതെഴുതിയതാരാ ഈ പാട്ട്? അച്ചമ്മ അമ്മച്ചി അല്ലേ, ലാസർ മാത്യുവിൻ്റെ അമ്മ എഴുതിയ വരികൾ. ആ പാട്ടിനൊരു അനുഭവമുണ്ട്. കാരണം പട്ടിണിയും പരിവട്ടങ്ങളൊക്കെ ഒത്തിരി വേട്ടയാടിക്കൊണ്ടിരുന്നൊരു കാലത്ത് സ്കൂളിൽ പോയിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ലാസർ മാത്യു വരുന്ന സമയം ഒന്നുമില്ല, കൊടുത്തുവിടാനൊന്നുമില്ല. ഇങ്ങനെ പല ദിവസങ്ങൾ ആവർത്തിച്ച് ഒരു ദിവസം ഉച്ചയ്ക്ക് അമ്മേ ഒന്നുമില്ല അമ്മയെന്ന് ചോദിച്ചുടനെ അമ്മ ഒരു പേപ്പർ എടുത്ത് നീട്ടിയിട്ട് പറഞ്ഞു, രാവിലെ മുതൽ ഉച്ച വരെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്നതാ, കഴിച്ചിട്ട് പോടാന്ന് പറഞ്ഞു. ഈ പാട്ടാത്. ഓ ഹല്ലേലൂയ. പട്ടിണിക്കകത്തും കിട്ടിയതാ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇതാ പാപത്തിനാഴത്തിൽ വീണു കയറുവാൻ കര കാണാതുടലെന്ന നേരം. ഒന്ന് കൈയടിച്ച പാട്ടൊന്ന് പാടാം. ഓക്കെ. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയിൽ കോട്ട. ഐക്യമായി നിന്നു നാം വേല ഇടിച്ചിടാം താമസമില്ലിനിയേറെ ജയമെടുത്തിടാം അവീരൻ വരുവാൻ താമസമില്ല. ഹല്ലേലൂയ. എന്ത് പറ്റി? കുഴപ്പമില്ലായിരുന്നല്ലോ. എന്തോ ഓക്കെ. ഹല്ലേലൂയ. എനിവേ ഒരു 10 പാട്ട് മിഷന്റെ സെലക്ട് ചെയ്ത് വെക്കുക. ദിവസം ഒരെണ്ണം ഒരു ടാബ്ലറ്റ്. ഡോക്ടർ പറയല്ലേ ഭക്ഷണത്തിന് മുമ്പ് ഒരു ടാബ്ലറ്റ് കഴിച്ചോണം. അപ്പോൾ എല്ലാ ദിവസവും ഒരു ടാബ്ലറ്റ് കഴിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഒരു മിഷൻ്റെ പാട്ട് എന്ത് ചെയ്യും? ഒന്നുകിൽ മിഷൻ്റെ പാട്ട് പാടുക, ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ട് പാടുക. പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുകൾ നമുക്ക് വളരെ കുറവാണ് മലയാളത്തിൽ, വളരെ വളരെ കുറവ്, വളരെ റെയറാണ്. ഇപ്പോഴൊക്കെയാണ് കുറച്ചും കൂടിയൊക്കെ സോങ്സ് ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് തീയെക്കുറിച്ചൊന്നും വലിയ പാട്ടില്ല. 1-2 പാട്ടാണ് നമ്മുടെ അപ്പച്ചന്മാർ എഴുതിയത്. എരിയുന്ന തീ സമമാം ദിവ്യ ജീവൻ. അതൊന്നും പാടാറില്ല. തീയൊക്കെ വലിയ പ്രശ്നമാണെന്ന് അറിഞ്ഞതോടുകൂടെ പിന്നെ ആ പാട്ട് പാടാറില്ല. ഞങ്ങൾ ചർച്ചയിൽ ഇത് പാടി ആരാധിക്കാം. കാര്യം തീ ഇല്ലാതെയൊന്നും കെട്ടഴിയല്ല. അയ്യോ ഫയർ അനോയിൻറ്റിങ് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഫയറിനെ കുറിച്ച്. ആ ബുക്ക് താങ്ക്സ് കേട്ടോ, ആ ബുക്ക് വായിക്കാൻ തന്നതിൽ.
നാളെ തിരിച്ചു തന്നേക്കാം. ഹല്ലേലൂയ. എനിവേ നിങ്ങളെല്ലാം ആ ബുക്ക് വാങ്ങി വായിക്കണം. അത് നല്ലതാണ്. PDF ആണ്. കടയിൽ നിന്ന് വാങ്ങി വായിക്കണം. ആരുടെയും പുസ്തകം വാങ്ങിക്കൊണ്ട് പോകരുത്. ഒറ്റയാട് ഞാൻ ചെയ്യാറില്ല, എനിക്കിഷ്ടമല്ല അത്. ഇന്നലെ പിന്നെ നിർബന്ധിച്ച് തന്നതുകൊണ്ട് ഞാൻ വാങ്ങിയത്. ജോൺ ജി ലേക്കിൻ്റെ ഒരു പുസ്തകം ഇന്നലെ പാസ്റ്റർ തന്നു. ഞാൻ ഇന്നലെ നിങ്ങളുടെ സൂം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ബുക്കിൻ്റെ അകത്ത് കുറച്ച് പേജസ് ഞാൻ ഫോട്ടോ എടുത്ത് കവർ പേജ് കൊടുത്ത്. കാര്യം അത് അമേരിക്കയിൽ നിന്ന് പാസ്റ്റർ വരുത്തിയ പുസ്തകമാണ്. എനിക്കറിയാം അമേരിക്കൻ പുസ്തകങ്ങളുടെ വില ഭയങ്കര വിലയാണ്. ഞാൻ US പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ പൈസ മൊത്തം ഞാൻ മുടക്കിയേക്കുന്ന പുസ്തകം വാങ്ങാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും കൊടുക്കത്തുമില്ല. കാരണം 4000 രൂപ 4500 രൂപ ഒരു ബുക്കിനാണ്, ഒറ്റ ബുക്കിനാണ്. ഞാൻ വോളിയം ബൈ വോളിയമാണ് US നിന്ന് മേടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത്. കാരണം ഇപ്പം ഞാനും ഭാര്യയും തമ്മിലുള്ള ഏറ്റവും വലിയ അടി എന്നാണെന്നറിയാമോ? പുസ്തകത്തിൻ്റെ കാര്യമാണ്. കാരണം സ്റ്റെയർ കേസിൻ്റെ സൈഡിലെല്ലാം പുസ്തകം വെച്ച് എവിടെ കൊണ്ട് വെക്കാൻ ഇതില്ല. ഒരു 8 റാക്ക് നിറച്ച് പുസ്തകം അടുക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു റാക്കിൽ 2 സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത് തീർക്കാൻ വേണ്ടി. അതുപോലെ പുസ്തകങ്ങളാണ്. അപ്പം എവിടെ പോയാലും പുസ്തകം മേടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ വന്ന് സ്റ്റെയർ കേസിലൊക്കെയാണ് പിന്നെ ഇടയുള്ളൂ. അവസാനം ഈ പുള്ളി അങ്ങ് പ്രശ്നമാക്കാത്തല്ലേ ഇതല്ലേ. ഞങ്ങൾ തമ്മിൽ വലിയ അടിയില്ല. കാര്യം ഞാൻ എന്നും വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും അടി കുറവാണ്. അത് മനസ്സിലായല്ലേ? ഇത്രയും നേരം പറഞ്ഞത് ഇപ്പം മിണ്ടിയില്ല, അത് പറഞ്ഞപ്പോൾ മനസ്സിലായി. ഓക്കെ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചെന്നാണെന്നറിയോ? ഇപ്പോൾ എൻ്റെ അതേ രോഗമായി എൻ്റെ വൈഫിനും. കാര്യം അവൾ കൗൺസിലിംഗ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ 2nd ഇയറാണ്, ഇനി 1 വർഷം കൂടിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസം എങ്ങനെ പോയാലും പുള്ളി ഒരു 10 ബുക്ക് വാങ്ങും. ഞാൻ ചിലപ്പം വിളിക്കും, എവിടെയാ? ഞാനിപ്പം ബുക്ക് സ്റ്റാളിൽ നിൽക്കുക. നല്ല എനിക്കെന്ത് സന്തോഷമായെന്നറിയാമോ? ഇപ്പോൾ അടി കുറഞ്ഞു. കാര്യം അവൾക്കും പുതിയ റാക്ക് വാങ്ങാൻ തുടങ്ങി, അവളും ഇപ്പോൾ വായിക്കാൻ തുടങ്ങി. ഒരു ആഴ്ചയിൽ 2-3 അസൈൻമെൻറ്റ് കൊടുക്കണം ഒരാഴ്ചയിൽ. അപ്പം സംസാരവും കുറഞ്ഞ് ആൾ കുത്തിയിരുന്ന് ചിലപ്പോൾ 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് എഴുതുന്ന കാണുമ്പോൾ എനിക്കെന്തൊരു സന്തോഷമാണ് ഫീൽ ചെയ്യുന്നറിയാവോ? എന്നാ മിണ്ടാത്തേ? നമ്മുടെ ഈ ആയുസ് വെറുതെ കളയരുത്. വായിക്കണം, എഴുതണം. ഞാൻ എപ്പോഴും എൻ്റെ ചർച്ചിലെ സഹോദരങ്ങളോട് പറയും, ഹാൻഡ് റൈറ്റിങ് കാണുമ്പോൾ അറിയാം സ്വഭാവം എങ്ങനെയാണ്. ഉണ്ടോ? മിണ്ടാന്നിരിക്കുന്നുണ്ടോ? അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന നിങ്ങളുടെ ചെറുപ്പക്കാരെ നോക്കിയേ. ഇടയ്ക്ക് ഹാൻഡ് റൈറ്റിങ് ചെക്ക് ചെയ്യണം. ഹാൻഡ് റൈറ്റിങ് കാണുമ്പോൾ സ്വഭാവം അറിയാം. കേരളങ്ങളെ ശരിയല്ലേ? അങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ലേ? ഏറെക്കുറെയൊക്കെ ശരിയാണ്. കേരളങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഒരു കുഴപ്പമില്ല. അതതിൻ്റെ കറക്റ്റ്. ഹാൻഡ് റൈറ്റിങ് നന്നാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഡെയിലി എഴുതുക. എല്ലാ ദിവസവും എഴുതുക. ബൈബിൾ പോലും പറയുന്നു എഴുതുക എന്ന് വെച്ചാൽ ലേസിനെസ് ആകരുത്. നമ്മൾ മടിയന്മാർക്ക് മിഷൻ ചെയ്യാൻ ഒക്കത്തില്ല. മടിയന്മാരുടെ ഫ്യൂച്ചർ സക്സസ് ആകത്തില്ല. മടിയന്മാരുടെ ഫേസ് സന്തോഷിക്കത്തില്ല. മടിയന്മാർക്ക് ഉറങ്ങിയാലും തീരാതെ വരും. പിന്നെയും ഉറങ്ങണം. അങ്ങനെ മടിയന്മാർ ദാരിദ്ര്യത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്കൊരു നന്മ അനുഭവിക്കാൻ കഴിയത്തില്ല. ഹാർഡ് വർക്ക് ചെയ്യുന്നവരായി മാറട്ടെ ഞാനും നിങ്ങളും. ഒന്ന് സ്തോത്രം പറഞ്ഞേ കർത്താവിന് സ്തോത്രം. ഒന്ന് റീഫ്രഷ് ആയിട്ടൊന്ന് സ്തുതിക്കാമോ? റീഫ്രഷായി. ഓക്കെ. ഇനി മിഷനെ കുറിച്ചുള്ള അടുത്ത ഒരു ബൈബിൾ പരാമർശം ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കട്ടെ. മർക്കോസ് സുവിശേഷം തുറക്കാമോ? ബൈബിളിൽ നിന്നൊരു പദം. മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം എടുത്ത്. 14-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ച്. 14:3. കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽഭരണി വിലയേറിയ സ്വച്ഛജടമാംസി തൈലവുമായി വന്നു ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. നിങ്ങൾ ആ ഒരു മിഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു ബഥാനിയിൽ കുഷ്ഠരോഗിയായി ശിമോന്റെ വീട്ടിലിരിക്കുന്നു. ഓക്കെ. അതിന് മുമ്പുള്ള 2 വാക്യം 1-2 വാക്യം ഒന്ന് വായിച്ച്. 14-1-2 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹായുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെയും ഉത്സവമായിരുന്നു. 2 ഫെസ്റ്റിവൽ നടക്കാൻ പോകുക. അടുത്തത്. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്താൽ പിടിച്ചു കൊല്ലേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. ജനത്തിൽ കലഹമുണ്ടാകാതിരിപ്പാൻ ഉത്സവത്തിൽ അരുത് എന്ന് അവർ പറഞ്ഞു. നിങ്ങൾ നോക്കിയേ, ഒരു വലിയ മിഷൻ ചെയ്യാൻ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഇങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് 1-2 വാക്യം. യേശുവിനെ എങ്ങനെ പിടിക്കാം? യേശുവിനെ പിടിക്കുക മാത്രമല്ല, അവനെ എന്ത് ചെയ്യണം? പറയൂ 2-ാം വാക്യം. അവനെ കൊല്ലണം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവർ ഒരു തന്ത്രരൂപേണ ഒരു മിഷൻ പ്ലാൻ ചെയ്യുകയാണ്. ഒരു കാര്യം സഭ അറിയണം,
നമ്മൾ മിഷൻ ചെയ്തില്ല എങ്കിൽ, നിങ്ങൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് നോക്കൂ, എന്തോരം മിഷൻ ടീമാണെന്നറിയാമോ? പാസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യാനും അടിക്കാനും ഉപദ്രവിക്കാനും പല സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ഒരു ബെൽറ്റായിട്ട് ടീമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവരവരുടെ പ്രവൃത്തി രാപകലില്ലാതെ ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും എത്രയധികം ചെയ്യണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ ദൈവദാസന്മാരുടെ ഒരു സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗോരഖ്പൂരിൽ UP-യിൽ ഒരു കോൺഫറൻസ് നടത്തി. അവിടെ വന്ന 176 മിഷണറി വീരന്മാർ, 176 പേർ ഒരുമിച്ച് കൂടി കഴിഞ്ഞ മാസം ഇവിടെ ഞാൻ ഷാജി പാസ്റ്ററിനെ വിളിച്ച് പറഞ്ഞിരുന്നു, പ്രെയർ ഗ്രൂപ്പിൽ UP കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. കാരണം 5-8 പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ നിയമം കൊണ്ട് ബാൻ ചെയ്തു, ചർച്ചസ് എല്ലാം ലോക്ക് ചെയ്തു, ആർക്കും ഒരുമിച്ച് കൂടാൻ ഒക്കത്തില്ല, ഒരു വീട്ടിൽ പോലും പ്രാർത്ഥിക്കാൻ അനുവാദമില്ലാത്ത സമയത്ത് പരിശുദ്ധ അമ്മാവ് പറഞ്ഞിട്ട് ഗോരഖ്പൂരിൽ പോയി ഒരു ക്യാമ്പ് സൈറ്റ് റെൻ്റ് ചെയ്തു. 176 പേർ അവിടെയുള്ളവർ, ബാക്കി ഞങ്ങൾ 28 പേർ, മൊത്തം ഞങ്ങൾ 28 പേർ ഒരുമിച്ച് കേരളത്തിൽ നിന്ന് വന്ന കോൺഫറൻസ് നടത്തി. അവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ ഉള്ളം കരഞ്ഞുപോയി. ജസ്റ്റ് രാവിലെ ഒന്ന് കൈ കഴുകാൻ പുറത്തിറങ്ങിയ ഭർത്താവിനെ ഭാര്യ പിന്നെ കാണുന്നത് 5.5 മാസത്തിന് ശേഷമാണ്. ഏത് ജയിലിലാണ് കൊണ്ടുപോയി ഇട്ടതൊന്നും പോലും അറിയത്തില്ല. 5 മക്കളും അമ്മയും ഭാര്യയും മാത്രം ആർക്കും വീട്ടിൽ തങ്ങാൻ ഒക്കത്തില്ല, ചെതറിപ്പോയി എല്ലാവരും. അതുപോലെ ഉപദ്രവിക്കപ്പെട്ട 100 കണക്കിന് ദൈവദാസന്മാർ. ഞാൻ ആ ജയിലിൽ പോയ മിഷണറിമാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി അവരുടെ പാദം കരഞ്ഞുകൊണ്ടാണ് ഞാൻ കഴുകിയത്. കാര്യം എന്താണെന്നറിയാമോ? സുവിശേഷം നിമിത്തം മറ്റൊരുവൻ്റെ മിഷന് വേണ്ടി ഉപദ്രവിക്കപ്പെട്ട നമ്മുടെ ദൈവദാസന്മാർ. ഞാൻ കേരളത്തിലെ ലീഡേഴ്സ് മീറ്റിങ്ങിൽ പ്രീച്ച് ചെയ്തപ്പോൾ പറഞ്ഞു, ഇവിടെ കിടന്ന് കസേര കിട്ടാൻ വേണ്ടിയും കമ്മിറ്റി കൂടാൻ വേണ്ടിയും പറയാൻ വേണ്ടിയും കാശ് മുടക്കുന്നത്, കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടിയും ഓരോ ദൈവദാസന്മാർ ഗുണ്ടായുസത്തിൻ്റെ പുറകെ പോയി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട പൈശാചികത, അകത്ത് കയറിയ ആത്മീകത എന്ന് പറഞ്ഞുകൊണ്ട് മൈക്കെടുക്കുന്ന ആയിരങ്ങളുടെ നടുവിൽ തമ്പുരാൻ ഇവരെ വെച്ച് ന്യായം വിധിക്കുന്ന ഒരു സമയം വരുമെന്ന് ഞാൻ അവിടെ പരസ്യമായി ഡിക്ലെയർ ചെയ്തു. ഇവിടെ ദൈവദാസന്മാരും സഭകളും തമ്മിൽ തല്ലി തലകീറുമ്പോൾ, ഇന്ത്യക്കകത്ത് ഒത്തിരി മിഷണറിമാർ ജയിലിൽ കിടന്ന് പീഡ അനുഭവിക്കുമ്പോൾ, ഈ തിരുവെടുത്ത് ദൈവത്തിന്റെ ശ്വാസമാകയാൽ അവരെ വെച്ച് നമ്മെ ന്യായം വിധിക്കുന്ന ഒരു കാലം വന്നാൽ കണക്ക് കൊടുക്കേണ്ടതായി വരും. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ദയവ് ചെയ്ത് സഭകളിൽ നടക്കുന്ന രാഷ്ട്രീയതകൾ യൂട്യൂബിൽ വരുന്നത് നിങ്ങൾ കണ്ട് പിശാച് നിങ്ങളുടെ തലയെ തൊടാനിടയാകരുത്. ഇത് കൈകൂപ്പി ഞാൻ ആവശ്യപ്പെടുകയാണ്, ഞാൻ ബെഗ് ചെയ്യുകയാണ്, നിങ്ങളോട് ചെയ്യരുത്. കേരളത്തിൽ നടക്കുന്ന ദുഷ്പ്രവണതകൾ, ദൈവസഭകൾക്കകത്ത് നടക്കുന്ന ദുഷ്പ്രവണതകൾ മീഡിയ വഴി കണ്ട് നിങ്ങളുടെ വീട്ടിൽ സന്തോഷിക്കരുത്. ആ വോയിസ് നിങ്ങൾ ഇയർഫോൺ വെച്ച് കാതിൽ കേൾക്കരുത്. നിങ്ങളുടെ അകത്ത് യേശുവുണ്ട്, രക്തം ചൊരിഞ്ഞവൻ നിങ്ങളുടെ അകത്തുണ്ട്, സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തവൻ നിങ്ങളുടെ അകത്തുണ്ട്, സഭയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവൻ നിങ്ങളുടെ അകത്തുണ്ട്, നിങ്ങളെ ദൈവം ഏൽപ്പിച്ച അഭിഷേകം നിങ്ങളുടെ അകത്തുണ്ട്, ക്രൂശ് നിങ്ങളുടെ അകത്ത് കയറിയിട്ടുണ്ട്. ദയവായി നിങ്ങളുടെ കാത് വഴിയോ കണ്ണ് വഴിയോ ഒന്നും നിങ്ങൾ അകത്തേക്ക് കയറ്റിവിടരുത്. യു ആർ എ ഡിഫറന്റ് പേഴ്സൺ, നീ ആള് വേറെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കഞ്ഞിക്കുഴി ഇന്ത്യ IPCയുടെ ഫിലദൽഫിയ സഭ നിങ്ങൾക്കറിയാം, കഞ്ഞിക്കുഴി ഫിലദൽഫിയ IPC ചർച്ചിൻ്റെ ഒരു കൺവെൻഷൻ, ഒറ്റ രാത്രി ഒരു കൺവെൻഷൻ ഉള്ളൂ. അവരുടെ വീടിൻ്റെ മുറ്റത്ത് 100 കണക്കിന് പേര് ഒരുമിച്ച് തടിച്ചുകൂടി ഒരു നല്ല മീറ്റിംഗ്, ജനം ഒത്തിരിയുള്ളൊരു മീറ്റിംഗ്. ഏറിയ മുഴുവൻ അവിശ്വാസികൾ, ഹിന്ദുസ് എല്ലാവരും ഒരുമിച്ച് കൂടി ആ ചർച്ച്, ആ വീടിൻ്റെ തിണ്ണന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഫ്രണ്ടിലെ തിണ്ണ സ്റ്റേജാക്കി ഞാൻ നിറച്ച ആൾക്കാരെ ഇങ്ങനെ അടുക്കിയിരുത്തിരിക്കുന്നൊരു മീറ്റിംഗ്. എന്നെയാണ് പ്രസംഗിക്കാൻ വിളിച്ചത്. ഞാൻ പോയി പ്രസംഗിക്കുകയാണ്. പ്രത്യേകിച്ച് ധാടി മുടികളൊന്നുമില്ല. നോർമലി ഒരു ടെൻറ്റ് കെട്ടിയിട്ടുണ്ട്, 2 സ്പീക്കർ ഇതുപോലെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സഹോദരൻ കീബോർഡ് വായിച്ച് വർഷിപ്പ് ചെയ്യുന്നു, എൻ്റെ പരിചയത്തിലുള്ളൊരു സഹോദരൻ. ഇത്രയൊക്കെ ഉള്ളൂ സെറ്റപ്പ്. ഞാൻ യേശുവിൻ്റെ ക്രൂശിനെ അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ ക്രൂശിനെ പ്രസംഗിക്കാൻ തുടങ്ങിയ ഉടനെ എനിക്കറിയാം ഇതിൻ്റെ അകത്തെല്ലാം അയൽവാസികൾ വന്ന് നോർമൽ ഡ്രസ്സിലാണ് വന്നിരിക്കണേ. അതിൻ്റെ അകത്ത് ഹിന്ദുസ് ഉണ്ട്, മുസൽമാനുണ്ട്, കാത്തലിക്സ് ഉണ്ട്, ജക്കബൈറ്റ്സ് ഉണ്ട്, ഇന്ത്യ പെന്തക്കോസ്തൽ ദൈവമക്കളുണ്ട്.
ഞാൻ IPC-കാരായ ദൈവമക്കൾ അവിടെ ഇരുന്ന് ക്രൂശിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ പൊട്ടിക്കരയാൻ തുടങ്ങിയവരല്ല. നമ്മുടെ ദൈവമക്കൾ വാവിട്ട് കരയുന്നത് ഞാൻ കണ്ടു. എൻ്റെ ഹൃദയം തകർന്ന ഞാൻ യേശുവിൻ്റെ ക്രൂശിനെ പ്രസംഗിക്കുന്നത്. ഞാൻ അന്ന് രാത്രി ഓട്ടർ കോൾ കൊടുത്തു. ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് ദൈവാത്മാവ് ഇടപെട്ടു. പബ്ലിക്കിൻ്റെ മുമ്പിൽ ദൈവസഭയുടെ കുറ്റമല്ല പ്രസംഗിക്കണ്ടേ, മൈക്ക് വെച്ച് കെട്ടി വീണുപോയ പാസ്റ്ററിനെ കുറിച്ചല്ല പറയേണ്ടത്. അവർ നാളെ ഈ സഭയ്ക്കകത്ത് വരണമെങ്കിൽ പാസ്റ്റർമാർ വീണ കാര്യം പ്രസംഗിക്കുന്നൊരു പാസ്റ്ററെ വിളിച്ച് മൈക്ക് കൊടുത്താൽ അതോടുകൂടി ആ സഭയുടെ വളർച്ചയെ സ്റ്റോപ്പ് ചെയ്യുന്ന പിശാചിൻ്റെ ഏജൻസിയാണ് അദ്ദേഹം. കമോൺ പാസ്റ്റേഴ്സിന് തെറ്റ് വരാം, ദൈവസഭയിൽ ബുദ്ധിമുട്ട് വരാം, കമ്മിറ്റിയിൽ ഒരു പ്രശ്നം വരാം. അത് ഇൻസൈഡിലാണ്. അത് ഇൻസൈഡിൽ സഭ തീർത്തോളും. അതൊരിക്കലും മൈക്ക് വെച്ച് കെട്ടി പുറത്തു പറയുന്നത് പൈശാചിന്റെ ഏജൻസി നമ്മുടെ അകത്തുണ്ട്. ഒരുപക്ഷെ വെള്ള വസ്ത്രമായിരിക്കാം, നല്ല മുണ്ടായിരിക്കാം, നല്ല പാൻ്റായിരിക്കാം, നന്നായിട്ട് കുറ്റം പറയാൻ പിശാച് അഭിഷേകം ചെയ്ത വ്യക്തിയാകാം. ഞാൻ പറയുന്നത് മാറ്റണം, ക്യാൻസൽ ചെയ്യണം. ദൈവസഭയുടെ വളർച്ചയെ തടുക്കുന്നത് ആഭിചാരമല്ല, മന്ത്രവാദമല്ല, ദൈവസഭ തന്നെയാ തടുക്കുന്നത്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ലീഡേഴ്സിന് ബോധം ഉണ്ടാകട്ടെ. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരു റിവൈവൽ എലീം ഏജിക്ക് ഉണ്ട് എങ്കിൽ ഇന്ന് പകൽ ഞാനും നിങ്ങൾക്കും മാറ്റം വരാനോ മാനസാന്തരം വരാനോ ഇന്ന് പകൽ ഇടയായാൽ 100% ഉറപ്പാണ് 2026 ഈ മാറ്റിൽ എവിടെയെങ്കിലും തീ വന്നത് നിങ്ങൾ കാണും. അങ്ങനെ ഒരു ഉണർവിന് വേണ്ടി ആത്മാവ് തീയുടെ ആരംഭം ഇടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ രണ്ട് കൈയും ചേർത്തടിച്ച് ഇന്ന് പകൽ ദൈവത്തിന് നന്ദി പറയാം. ഞാൻ മിനിഞ്ഞാന്ന് ഷിമോഗയിൽ ഇരിക്കുമ്പോൾ ഫിലദൽഫിയ കഞ്ഞിക്കുടിയിലെ പാസ്റ്റർജി എന്നെ വിളിച്ചു. പാസ്റ്ററെ, ഒത്തിരി ആൾക്കാർ യേശുവിലേക്ക് വന്നു, ഒത്തിരി ആൾക്കാർ ഞങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്കൊരു മീറ്റിംഗ് കൂടെ വെക്കണം, സഭയായിട്ട് തീരുമാനിച്ചു. പല വീടുകൾക്ക് ഒത്തിരി മുറ്റമുണ്ട്, ഒന്ന് വരാമോ? ഞാൻ വരാം, എനിക്ക് ഫ്രീ ഉള്ള രാത്രിയൊക്കെ ഞാൻ വരാം. ഞാൻ യേശുവിൻ്റെ ക്രൂശിനെ ഞാൻ സബ്മിറ്റ് ചെയ്തോളാം. കാരണം മറ്റുള്ളവരോട് പ്രസംഗിക്കേണ്ടത് സഭയിലെ അടിയല്ല, യേശു പുറത്തേറ്റ അടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് മനുഷ്യന് ദൈവസഭ വളരുന്ന നല്ല വിഷയം ലൈക്ക് കിട്ടണം, ഷെയർ കിട്ടണം, യൂട്യൂബിൽ കൂടി വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു വഴി, അതിന് കണ്ടുപിടിച്ച തന്ത്രം ദൈവസഭയ്ക്കകത്ത് നടക്കുന്നത് പുറത്തു കൊണ്ടുവരിക, അതിനെക്കുറിച്ച് പരസ്യമായി പ്രസംഗിക്കുക. ലൈക്കായി, ഷെയറായി, ഫോളോവേഴ്സായി, ഫാൻസായി. പക്ഷേ മേളിലെ പുള്ളി ലൈക്ക് അടിച്ചില്ലെങ്കിൽ യൂട്യൂബല്ല നിന്നെ പൊക്കിയെടുത്തത്, സുവിശേഷവാ. ഇത് വിൽപ്പന ചരക്കാക്കിയാൽ, ഇത് മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്താൽ യൂദായുടെ പുറകെ പോകുന്നതിന് തുല്യമായി മാറുമെന്ന് ഞാൻ എൻ്റെ കോവർക്കേഴ്സിനോട് പറയാറുണ്ട്. ഇത് വിറ്റാൽ കാശാണ്, മിനിമം 30 വെള്ളിക്കാശയിലും കിട്ടും. പക്ഷേ ഇസ്രായേൽ ഒരിക്കലെങ്കിലും പോയവർ കണ്ടു കാണാം. കയ്യഫാവിൻ്റെ അരമന ഇരുന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വെള്ള മതിലിങ്ങനെ ചുറ്റുകെട്ടി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന കാണാം. അക്കൽദാമ, രക്തനിലമെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പച്ച പുല്ലുപോലും അതിൻ്റെ അകത്തില്ല. എന്നാ രക്തത്തിൻ്റെ വില കൊണ്ട് വാങ്ങിയ സ്ഥലമാണ്. അരുത്, നമ്മൾ അവൻ്റെ പുറകെയല്ല പോകണ്ടേ, ഉയർത്തെഴുന്നേറ്റ നസറായൻ്റെ പുറകെ പോകാൻ. അവന് വേണ്ടി എന്തെങ്കിലും വിൽക്കാൻ പറ്റുകയാണെങ്കിൽ, പൗലോസ് പറയുന്നത് ചെലവിടാനും ചെലവായി പോകാനും, അതാണ് ഏറ്റവും വലിയ മിഷൻ. ഉപദ്രവിക്കപ്പെടുന്ന മിഷണറിമാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഉപദ്രവിക്കപ്പെടുന്ന മിഷണറിമാരെ കർത്താവ് ഒന്ന് തൊടട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ഗുണ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദൈവദാസൻ അറസ്റ്റ് വരിക്കപ്പെട്ടു. എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞാൻ ഗുണയിലൊരു കോൺഫറൻസ് നടത്തി, 2 കോൺഫറൻസ് നടത്തിയിട്ടുണ്ട് ഗുണയിൽ, കർത്താവ് പറഞ്ഞിട്ട്. ഒത്തിരി പേരെന്നെ തടഞ്ഞെങ്കിലും ഞാൻ നടത്തി. കാര്യം പ്രശ്നമുള്ള സ്ഥലമാണ്. നടത്തിയ ഒരു ദിവസത്തെ മീറ്റിങ്ങിൽ അദ്ദേഹം വന്നിരുന്നു. ഞങ്ങൾ കണ്ടു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു, സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ചർച്ച് ഗുണയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ്.
അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഒന്ന് കണക്ട് ചെയ്തിരുന്നു. അവർക്കൊന്നും പറയാൻ വാക്കുകളില്ല. കാര്യം ഒന്ന് പാവങ്ങളാണ്. ജാമ്യം എടുക്കണേ കാശ് വേണം. കാശ് കൊടുക്കാൻ പറ്റിയവരാരുമില്ല. ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടനയുടെ പേരൊന്നും പറയണില്ല. അവർക്ക് കേസ് നടത്താൻ കോടിക്കണക്കിന് പൈസയുണ്ട്. പക്ഷെ ഒരു പാസ്റ്റർ ജയിലിൽ കിടന്നപ്പോൾ ജസ്റ്റ് 50,000 രൂപ മതി ജാമ്യം കൊടുത്ത് ഇറക്കാൻ. തയ്യാറല്ല. എന്നെ ഒരു പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞ് എന്തേലും ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞു ഡോൺ വറി, ഞാൻ ഞങ്ങളുടെ സർക്കിളിലുള്ള എല്ലാവരെയും വിളിക്കാം. എല്ലാവരും കണക്ട് ചെയ്തു, പൈസ കളക്ട് ചെയ്തു, റെഡിയാക്കി. അദ്ദേഹം പുറത്തിറങ്ങി. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒത്തിരി ഉപദ്രവം അദ്ദേഹം ജയിലിൽ വെച്ച് സഹിച്ചില്ല. അതിനായി സ്തോത്രം. കാരണം അതിനുള്ള ആരോഗ്യം അദ്ദേഹത്തിനില്ല, അതിനുള്ള ഹെൽത്ത് അദ്ദേഹത്തിനില്ല, 2 അടി കൊള്ളാനുള്ള ഊര് അദ്ദേഹത്തിനില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം തന്നെ അദ്ദേഹത്തെ ജയിലിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരുന്നു. അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്ത് വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാ, പാസ്റ്ററെ, കാശില്ലാത്തത് കൊണ്ട് ജാമ്യത്തിലിറക്കാൻ കഴിയാതെ ഒത്തിരി വേലക്കാർ അകത്ത് കിടപ്പുണ്ട്, പാസ്റ്റർ പ്രാർത്ഥിക്കണേ. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ അലഹബാദിലെ ചർച്ചിലെ പാസ്റ്റർ രാജു, PM രാജു, അധികം പ്രായമുള്ളൊരു ദൈവദാസൻ, 38 വർഷമായി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ വിശ്വസ്തനായ ഒരു സേവകനായി അലഹബാദിൽ വേല ചെയ്യുന്ന പ്രായമുള്ള ഒരു ലീഡർ, പ്രായമുള്ളതാണ്. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിൽ കിടന്നു. 15 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു. അദ്ദേഹം ജയിലിൽ പോയപ്പോൾ സംഭവിച്ച സംഭവങ്ങൾ പാമ്പാടിയിൽ ചർച്ചിൽ വന്നപ്പോൾ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്നു. എനിക്ക് നിർബന്ധമായിട്ട് കൊണ്ടുവരണമെന്ന് തോന്നി, എൻ്റെ അകത്ത് തോന്നി. കാര്യം അങ്ങനെയുള്ള ദൈവദാസന്മാരെ ഒന്നും മൈൻഡ് ചെയ്യാനൊന്നും ആരും തയ്യാറല്ല എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡിലെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസനാണ്. കോട്ടയത്ത് അദ്ദേഹം തൻ്റെ വീട്ടിൽ വന്നു. അടുത്ത സൺഡേ ഞങ്ങളുടെ ചർച്ചിലോട്ട് വരുവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞ 2 ടെസ്റ്റിമണിയിൽ ഒന്ന്, അദ്ദേഹം വീടിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ 1-2 പാസ്റ്റേഴ്സ് ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കൈ ഉയർത്തി ഇങ്ങനെ കാണിച്ചു. എന്നാൽ എന്തുകൊണ്ട് വിശേഷം, ശാരീരിക സ്ഥിതി എങ്ങനെയുണ്ട്, ജയിലിലെ വാസം എങ്ങനെയുണ്ട്, ഇതൊന്നും അവർക്കറിയണ്ട. അവരുടെ ചിന്തകളൊക്കെ വേറെയാണ്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കഷ്ടപ്പെടുന്ന ദൈവദാസന്മാരുടെ പുസ്തകമാണ്. അദ്ദേഹം പാമ്പാടി ചർച്ചിൻ്റെ സ്റ്റേജിൽ വന്ന് പറഞ്ഞ 2ാമത്തെ സാക്ഷ്യം ഇതാണ്. 1, ഞാൻ ആദ്യം പറഞ്ഞത്. 2, ഞാൻ ജയിലിലോട്ട് ചെല്ലുമ്പോൾ എന്നെ സ്വീകരിക്കാൻ വേണ്ടി വരുന്നത് 12 പാസ്റ്റർമാരാണ്. അദ്ദേഹം പറയുക എന്ന് വെച്ചാൽ അദ്ദേഹത്തെക്കാൾ മുമ്പ് 2 മാസമായി 12 പാസ്റ്റർമാർ ആ ജയിലിൽ കിടപ്പുണ്ട്. സ്വീകരിക്കാൻ വരുന്നത് ആരാ? 12 ദൈവദാസന്മാർ. ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച്, കാരണം അവരുടെ ലീഡറാണ് ഈ വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് നമ്മുടെ നാട്ടിൽ ലീഡേഴ്സ് എല്ലാം സേഫ് സോണിലാണ്, ശരിയല്ലേ? ഏതെങ്കിലും ലീഡർ അറസ്റ്റ് ചെയ്യപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്യാനൊക്കത്തില്ല. കാര്യം അവരത്രയും ഹെവി പ്രൊട്ടക്ഷനിലാണ്. അറസ്റ്റ് വരിക്കപ്പെടുന്നതെല്ലാം പാവപ്പെട്ട വില്ലേജ് വേല ചെയ്യുന്ന വേലക്കാർ. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ലീഡേഴ്സ് മാത്രമാണ് ജയിലിൽ പോയത്. പത്രോസ്, പൗലൂസ്, തിമോത്തിയോസ്, ഷീലാസ്, യെസ് ഓർ നോ? ലീഡേഴ്സ് എല്ലാം ജയിലിൽ പോയി. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുകയാണ്, പ്രാർത്ഥിക്കണം. ഈ പുസ്തകത്തിലേക്ക് ദൈവസഭ തിരിച്ചു വരണം. അടുത്ത സാക്ഷ്യം, അദ്ദേഹത്തിന് താഴെ കിടന്നുറങ്ങാൻ ഒക്കത്തില്ല. ഫിസിക്കലി അദ്ദേഹം ഫിറ്റല്ല, പ്രായമുള്ളയാളാണ്. പക്ഷേ അദ്ദേഹത്തിന് കിടന്നുറങ്ങാൻ ഒരു മാറ്റ് പോലും അവർ കൊടുത്തില്ല. കീറിപ്പറിഞ്ഞൊരു പായ പോലും കൊടുത്തില്ല. നീ മതപരിവർത്തനം നടത്തിയതല്ലേ, നീ നിലത്ത് കിടന്നാൽ മതിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് നിലത്ത് കിടക്കാൻ ഒക്കത്തില്ല, ഫിസിക്കലി അദ്ദേഹം ഫിറ്റല്ല. പക്ഷേ ആദ്യ രാത്രി അദ്ദേഹം നിലത്ത് കിടന്നുറങ്ങിയപ്പോൾ ശക്തി ശരീരത്തിൽ വ്യാപരിച്ചു. ശരീരത്തിലെ മുഴുവൻ രോഗവും സൗഖ്യമായി. ഹല്ലേലൂയ. അദ്ദേഹം പറയും, ഇത്രയും വർഷം ഞാൻ വേല ചെയ്തിട്ട് എൻ്റെ ശരീരം ഇത്രയും ഫിറ്റായിട്ടില്ല. പക്ഷെ ജയിലിൽ ചെന്ന് ജയിലിലെ തറയിൽ ഒറ്റ രാത്രി കിടന്നപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ സൗഖ്യമായി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അദ്ദേഹവും വൈഫും കൂടി കേരളത്തിലേക്ക് വരുന്ന വഴിയിലാണ് പെട്ടെന്ന് മജിസ്ട്രേറ്റ് ഓർഡർ ഇട്ടു, വൈഫിനെ പെട്ടെന്ന് കോർട്ടിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞു. ഭാര്യയോട് പറഞ്ഞ് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നീ തിരിച്ചടുത്ത ട്രെയിൻ പിടിച്ച് പൊക്കോ, കാരണം എനിക്കിനി തിരിച്ചങ്ങോട്ട് വരാനൊക്കത്തില്ല. ഭാര്യനെ തിരിച്ച് അലഹബാദിലേക്ക് വിട്ടിട്ട് ആ ദൈവദാസൻ ഒറ്റയ്ക്ക് കേരളത്തിലേക്ക് അതേ ട്രെയിനിൽ യാത്ര ചെയ്യുക. നിങ്ങളെന്നോർത്തെ ഓരോരുത്തർ അനുഭവിക്കുന്ന, വേലക്കാർ അനുഭവിക്കുന്ന മാനസിക യുദ്ധങ്ങൾ. ഇതിൻ്റെ ഇടയിൽ അതും ഇതും പറയാൻ നമുക്ക് നേരമില്ല, അതും ഇതും കാണാൻ നമുക്ക് നേരമില്ല. നമ്മൾ ഇതിൻ്റെ അകത്തുള്ളവരാണ്. ഇതിൻ്റെ അകത്തെ യുദ്ധം ജയിച്ച് അവസാനം ഉണർവിൻ്റെ കൊടി കയ്യിൽ പിടിച്ച് നാട്ടേണ്ടവരാ ഞാനും നിങ്ങളും. എൻ്റെ കൈ ഉയർത്തി നിങ്ങൾക്ക് ഞാൻ വാക്ക് തരികയാ, നിങ്ങളിൽ പലരുടെയും കണ്ണടയുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ഉണർവ് നിങ്ങൾ കണ്ടിരിക്കും.
ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കമാൻഡ് ചെയ്യുകയാ, ഉണർവ് കാണാതെ നിങ്ങളുടെ കണ്ണ് അടയത്തില്ല. കമാൻ ഞാൻ പ്രവചിക്കുക, യേശുവിൻ്റെ നാമത്തിൽ ഒരു ഉണർവ് കാണാൻ ദാഹത്തോടെ പ്രാർത്ഥിച്ച പിതാവോ മാതാവോ ആണ് നിങ്ങളെങ്കിൽ ഇന്ന് പകൽ ഒരു അഭിഷിക്തൻ എന്ന നിലയിൽ ഞാൻ പ്രവചിക്കുകയാണ്, ഇന്ത്യൻ റിവൈവൽ കാണാതെ നിങ്ങൾ മരിക്കുകയില്ല. എല്ലാവരും ഒന്ന് അന്യഭാഷ പറഞ്ഞ് പിശാചിൻ്റെ സ്ട്രാറ്റജികളെ എല്ലാം ഒന്ന് ക്യാൻസൽ ചെയ്തേ, പിശാചിൻ്റെ തന്ത്രങ്ങളെ എല്ലാം ഒന്ന് ക്യാൻസൽ ചെയ്തേ, പിശാചിൻ്റെ തന്ത്രങ്ങളെ എല്ലാം ഒന്ന് ക്യാൻസൽ ചെയ്തേ, പിശാചിൻ്റെ തന്ത്രങ്ങളെ എല്ലാം ഒന്ന് ക്യാൻസൽ ചെയ്തേ. കുട്ടി നബ ഹത്തറാബ വാഗ്ദത്തം അറിയാതെ, വാഗ്ദത്തം കാണാതെ ആരും മാറ്റപ്പെടരുത്. വാഗ്ദത്തം നടക്കാതെ ഈ വർഷം പോകരുത്. 2026 പ്രോമിസസ് ഫുൾഫിൽ ചെയ്തേ പറ്റുകയുള്ളൂ. നിന്റെ തലമുറയുടെ വിവാഹം നടന്നേ പറ്റുകയുള്ളൂ. നിന്റെ ചർച്ചിന്റെ വളർച്ച നടന്നേ പറ്റുകയുള്ളൂ. ഖമാൻ യേശുവിന്റെ നാമത്തിൽ 2026 ചില പ്രോമിസസ് ഫുൾഫിൽ ആകട്ടെ. ചേർത്ത് പറ ആമേൻ. 14-ാം അധ്യായം 1-2 വാക്യത്തിൽ അത് അവരുടെ മിഷനാണ്, യേശു കർത്താവിനെ കൊല്ലണം. 3-ാം വാക്യം 14-3 മർക്കോസ്, അവൻ ബഥാനിയിൽ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ, ആ വാക്യത്തിൽ തന്നെ ഒരു 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 യേശുവിൻ്റെ മിഷനുണ്ട്. ഒന്നൊരു യഹൂദൻ കുഷ്ഠരോഗിയായിട്ട് എന്ത് ചെയ്യത്തില്ല, കണക്റ്റഡ് അല്ല, അവൻ ഒരിക്കലും കണക്റ്റഡ് അല്ല. ശമരിയനെ കാണുന്ന പോലെയാണ്, കണക്റ്റഡ് അല്ല. കുഷ്ഠരോഗിയെ മോശയുടെ ധർമ്മശാസ്ത്രം വീടിൻ്റെ അകത്താണ് ഉറപ്പിച്ചിരിക്കുന്നത്, പുറത്തിറങ്ങാൻ അനുവാദമില്ല. വീട്ടിലെ കുഷ്ഠവും ബൈബിൾ പറയുന്നുണ്ട്, വ്യക്തികളിലെ കുഷ്ഠവും ബൈബിൾ പറയുന്നു. അശുദ്ധൻ 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 എന്നും പറഞ്ഞു എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വിധിക്കപ്പെട്ടവനാണ് കുഷ്ഠരോഗി, അശുദ്ധൻ. ഇവിടെ വായിക്കുന്ന യേശു ബഥാനിയിലെ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ ഇരിക്കും. അപ്പോൾ അത് തന്നെ ഒരു മിഷനാണ്. നമ്മുടെ സ്റ്റാറ്റസിലുള്ളവരുടെ വീട്ടിൽ പോയി ഇരിക്കാൻ നമുക്ക് ഇഷ്ടമാണ്, അതല്ല മിഷൻ. നമ്മുടെ സ്റ്റാറ്റസിനേക്കാൾ കുറഞ്ഞ ഒരു വീടുണ്ടെങ്കിൽ തൻ്റെ ഇടത്തോടെ പോയി ഇരിക്കുന്നതിൻ്റെ പേരാണ് മിഷൻ. ഞാൻ എൻ്റെ കോവർക്കേഴ്സിനോട് പറയും, നമ്മൾ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല മിഷൻ, നമ്മൾ ചെല്ലുന്നതാണ് മിഷൻ. ഒന്നുകൂടെ പറയുന്നു, നമ്മൾ സിക്കിം വരെ പോയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ മേഘാലയയിൽ പോയി എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല മിഷൻ, ചെല്ലുന്നതാണ് മിഷൻ. ഓക്കെ, നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾ മാംഗ്ലൂരിൽ പോയി എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല മിഷൻ, മാംഗ്ലൂരിൽ ചെന്നോ എന്നുള്ളതാണ് മിഷൻ. ആമേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഷിമോഗയിലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഷിമോഗ പോയിട്ടില്ല, ഫസ്റ്റ് ടൈം. അവിടെ ഒരു അഴകുവേൽ എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്, തമിഴ് പാസ്റ്റർ, ഞാൻ കണ്ടിട്ടില്ല. അവളുടെ വൈഫിന് കുറച്ച് മലയാളം അറിയാം, കന്നഡക്കാരിയാണ്, കുറച്ച് മലയാളം അറിയാം. അപ്പോൾ എൻ്റെ മലയാളം മെസ്സേജ്, എൻ്റെ മലയാളം മെസ്സേജാണ്, എൻ്റെ മലയാളം മെസ്സേജ് ഒരു 7-8 വർഷമായിട്ട് അവർ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ പോയ ഏതൊക്കെയോ പാതയിൽ കൂടി അവർ പോയിട്ടുള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു ബന്ധം വന്നതുകൊണ്ടാണ് അവർ ഫോളോ ചെയ്യുന്നത്. കുറേ വർഷമായിട്ട് എന്നെ വിളിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് 2-3 ദിവസം കൊടുക്കാനുള്ള ടൈമും കിട്ടുന്നില്ല, എങ്കിൽ പോയി ഒരു ദിവസം അവരുടെ കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് ഒരു നൈറ്റ് തങ്ങി ഞങ്ങളുടെ സഹോദരന്മാരുമായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഒരു വണ്ടി അവർ അറേഞ്ച് ചെയ്തത്. ഞാൻ ഷിമോഗെ വന്നു. ഷിമോഗെ വന്നപ്പോൾ വന്ന് കയറിയപ്പോഴെനിക്ക് മനസ്സിലായി, സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ്, ഇരുണ്ട് കിടക്കുന്നൊരു സ്ഥലം, ഇരുള് മൂടിക്കിടക്കുന്നൊരു സ്ഥലം, പിശാചിനെ നേരിട്ട് കാണാൻ പറ്റിയൊരു സ്ഥലം. അപ്പം ഞാൻ അവരുമായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തു. വീട്ടിലും ചർച്ചിലും മാറി മാറി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ സമയമെടുത്തു. ഇവിടെ നിന്ന് ഇത്ര 5 മണിക്കൂർ 6 മണിക്കൂർ അല്ലേ, 5.5 മണിക്കൂർ 6 മണിക്കൂർ, ട്രെയിനാണെങ്കിൽ 6 മണിക്കൂർ യാത്ര. ഞാൻ ട്രെയിൻ കഴിഞ്ഞിട്ട് വന്നേ. ഞാൻ ഇന്നലെ ഷാജി പാസ്റ്ററോട് പറയാമായിരുന്നു, എനിക്ക് അവിടെ ഇരുന്നിട്ട് എനിക്ക് എൻ്റെ ഉള്ളത്തിൽ ഭയങ്കര പെയിനുണ്ടായി, എന്തേലും ചെയ്തേ പറ്റൂ. ഇപ്പം ചെയ്യേണ്ട സമയമല്ലേ. ആമേ. എല്ലാ വാതിലും അടഞ്ഞതിന് ശേഷം വാതിലെല്ലാം അടഞ്ഞു, ലോക്ക്ഡൗൺ ആയി, വീട്ടിൽ ഇരുന്നേക്ക്, അങ്ങനെയല്ല. ഇപ്പം ചെയ്യാൻ പറ്റിയ സമയമാണ്. ഒരു വചനമുണ്ടല്ലോ, യഹോവേ ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയം. കർത്താവ് നമ്മോട് പറയും, മകനെ ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഞാൻ പറഞ്ഞു, എനിക്കൊരു മീറ്റിംഗ് നടത്തണം.
അവർ പറഞ്ഞു ഞങ്ങളുടെ ചർച്ച നടത്താം. ചർച്ച കാണാൻ ചെന്നപ്പോഴത്തേന് ചെറിയ ചർച്ച, അങ്ങേറ്റം പോയി 50 പേര് 50 പേര് ഇരിക്കുന്നിടത്ത് വേണ്ടി 70 പേര് ഇരുത്താമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നടത്താം, ഞാൻ വരാം, ടീമായിട്ട് വരാം. അവർ വളരെ പുവറായിട്ടുള്ളൊരു ഫാമിലിയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ വറിയിടാകണ്ട, ഞങ്ങൾ ചെയ്തോളാം, കോള് വിട്ടു തന്നാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം വർഷിപ്പൊക്കെ ചെയ്തു, പ്രാർത്ഥിച്ച് ആരാധിച്ചു. തിരിച്ചു വരുമ്പോൾ അവരോട് പറഞ്ഞു ഒരു കത്തോലിക്ക ക്യാമ്പ് സൈറ്റ് ഉണ്ട് പാസ്റ്റർ ഇവിടെ നോക്കുന്നു. ഞാൻ പറഞ്ഞു യെസ്, വണ്ടി അങ്ങോട്ട് വിടാൻ പറഞ്ഞു. നേരെ അവിടെ ചെന്നപ്പോൾ അച്ഛൻ കന്യാസ്ത്രീമാർ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നത്. എന്തിനാണ് വന്നത്? ഒരു മീറ്റിംഗ് നടന്നു. എന്ത് മീറ്റിംഗാണ്? അവരൊരു മിഷൻ കോൺഫറൻസ്. ഓക്കെ, ഇവിടെ നടത്താം. ഹോളൊക്കെ കൊണ്ട് കാണിച്ചു. ഒരു നല്ല AC ഹോള്, നല്ല ബെസ്റ്റ് സെൻട്രൽ AC ഹോള്, നല്ല ഡോർമെട്രി, നല്ല റൂം ഫെസിലിറ്റി. ഞാൻ ഇന്നലെ ഷാജി പാസ്റ്ററോട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പാസ്റ്ററോടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് മീറ്റിംഗ് മെയ് മാസം 26, 27, 28 നിങ്ങളുടെ പാസ്റ്ററും ഞാനും അവിടെ ആ കോൺഫറൻസിൽ പ്രസംഗിക്കുകയാണ്. അതുകൊണ്ട് ആദ്യത്തെ ഇൻവിറ്റേഷൻ പാമ്പാടി ചർച്ചിനല്ല, നിങ്ങൾക്ക് തരികയാണ്. പറ്റുവാണെങ്കിൽ ട്രെയിനും പിടിച്ച് ഷിമോഗയ്ക്ക് വാ. അവിടെ വന്ന് അവരുമായിട്ട് ആ പാവങ്ങളുമായിട്ട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. പൊസിഷനിൽ നിന്ന് ഇറങ്ങാവുന്നവർ മാത്രം വന്നാൽ മതി. മെയ് മാസം 26 ട്യൂസ്ഡേ, 27 വെനസ്ഡേ, 28 തേഴ്സ്ഡേ, 26, 27, 28 ഈ വരുന്ന മന്ത് ഓഫ് മെയ് 26, 27, 28 3 ദിവസം നമ്മുടെ മിഷൻ കോൺഫറൻസ് നടക്കുകയാണ്. ഞങ്ങളുടെ അല്ല, നമ്മുടെ. പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ പാസ്റ്ററിനെ കൊണ്ട് ഞാൻ ഇന്നലെ തന്നെ ഞാൻ ഡേറ്റ് നോട്ട് ചെയ്യിപ്പിച്ചു. കാരണം ബാംഗ്ലൂരിൽ നിന്ന് അവിടെ ചെന്ന് പ്രസംഗിക്കണം. നമ്മൾ നടത്തുന്ന മീറ്റിംഗാണ്. അത്രയും പേർക്ക് ഞാൻ ഫുഡ് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അത്രയും പേർക്ക് താമസത്തിനുള്ള ക്രമീകരണം ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. നിങ്ങൾ ആളെ കൂട്ടിയാൽ മതി. എന്നാ കാര്യം എന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങാത്തൊരു മണ്ണാണ്. പ്രാർത്ഥിക്കണം. ബേബി ജോൺ ബ്രദറൊക്കെ എഴുതിയോ? ഡേറ്റ് എഴുതിയോ? അവിടെ കണ്ടേക്കണം. അല്ലേലുയ്യ. താമസമുണ്ട്. ഡോർമെട്രി അല്ല, റൂം ഫെസിലിറ്റി ഉണ്ട്. നല്ല റൂമുണ്ട്. നിങ്ങൾ വന്ന് റൂമിൻ്റെ പൈസ നിങ്ങൾ കൊടുത്തേക്കണം. ബാക്കിയൊക്കെ ഞാൻ ചെയ്തു. എന്താ മിണ്ടാത്തെ? ഞാനിത്തവണ 176, 200 പേരെ താമസിപ്പിച്ചു ഗോരഖ്പൂരിൽ. സിംഗിൾ പൈസ ആരോടും മേടിച്ചിട്ടില്ല. ഒരു കോൺഫറൻസ് പോലും പൈസ വാങ്ങിയല്ല ചെയ്യുന്നത്. ഫുൾ പേയ്മെൻറ്റ് ഞാൻ അഡ്വാൻസ് മുടക്കിയാണ് നടത്തുന്നത്. കാര്യം ഇതിപ്പോൾ ചെയ്യാനുള്ള സമയമാണ്. പക്ഷെ അതിൻ്റെ അകത്തു നിന്ന് അടുത്ത ജനറേഷൻ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ, അറിയാതെ നമ്മൾ സ്തോത്രം ചെയ്തു പോകും. ഇത് നിൻ്റെ കോളിംഗ് ആണ്, നിൻ്റെ മിഷനാണ്, നിൻ്റെ വിഷനാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഒന്ന് ഷിമോഗയ്ക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്ത്, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത്, മെയ് 26 to 28 ആ 3 days കോൺഫറൻസിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്ത്, അന്ന് ഒത്തിരി പേര് അഭിഷേകം പ്രാപിക്കേണ്ടതിനായി സ്തോത്രം ചെയ്ത്, ഒത്തിരി പേര് പരിശുദ്ധാത്മാവിനാൽ നിറയേണ്ടതിനായി സ്തോത്രം ചെയ്ത്, ഒത്തിരി പേര് അന്യഭാഷകളാലും കൃപാവരങ്ങളാലും നിറയേണ്ടതിനായി ഒരുമിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓക്കെ. ബഥാനിയിൽ കുഷ്ഠരോഗിയായ ഷിമോൻ്റെ വീട്ടിൽ യേശു ഇരിക്കുകയാണ്. ആക്ച്വലി ഇതൊരു ഒരു മോഡലാണ്. ജീസസ് മിനിസ്ട്രി ഇതൊരു മോഡലാണ്. നമ്മുടെ മിനിസ്ട്രിക്ക്, നമ്മുടെ മിഷൻ ഒരു മോഡലാണ്. ഇറങ്ങിച്ചെല്ലുക, കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങുക. കുറച്ചുകൂടെ നിർധനരായവർ, ദരിദ്രന്മാർ, കുറച്ചുകൂടെ കളർഫുൾ അല്ലാത്തവർ, നമ്മുടെ അത്രയും സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാത്തവർ, അവിടെയാണല്ലോ മിഷൻ. യെസ് ഓർ നോ? ശരിയല്ലേ? ജാതി നോക്കാതെ, മതം നോക്കാതെ, വർഗം നോക്കാതെ, വർണ്ണം നോക്കാതെ കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു മിഷൻ അവിടെ സക്സസ് ആവുകയാണ്. അന്ന് പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ പറ്റുമെന്നുണ്ട്. പോൾ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, യഹൂദനെ നേടേണ്ടതിന് ഞാൻ യഹൂദനെ പോലെയായി, ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവരെ പോലെയായി. ശരിയല്ലേ? ബലഹീനരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനരെ പോലെയായി. ഹല്ലേലൂയ. ഒരു വാക്യമുണ്ടല്ലോ, ചിലരെയെങ്കിലും നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. എന്തൊരു പദപ്രയോഗം അതല്ലേ? സബ് ലോകോം കേ ലിയേ സബ് കുച്ച് ബനാ. ഞാൻ എല്ലാവർക്കും എല്ലാമായി മാറി. അതിനപ്പുറത്തൊരു പദം പറയാൻ പൗലൂസിനില്ല. എല്ലാവർക്കും എല്ലാമായി എന്ന് പറഞ്ഞ് എൻ്റെ പേഴ്സണാലിറ്റി സീറോ, എൻ്റെ ഐഡന്റിറ്റി സീറോ. മിഷന്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ ഹീറോയല്ല, ഞാൻ സീറോയാ. ഓ ഹല്ലേലൂയ. 100% ഞാൻ സീറോയായി മാറുകയാ. എല്ലാവർക്കും ഞാൻ എല്ലാമായി. എല്ലാവരും ആ പദം കൊണ്ടൊന്ന് പറയാമോ? എല്ലാവർക്കും എല്ലാമായി. ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാവർക്കും
എല്ലാമായി. ഒരിക്കൽ കൂടി കമോൺ, എല്ലാവർക്കും. ശബ്ദമുയർത്തി പറയാൻ ശ്രമിക്കാമോ? എല്ലാവർക്കും. അവിടെ ഒരു ഈഗോ പ്രശ്നം വരുന്നില്ല, അവിടെ ഒരു കോംപ്ലക്സ് വർക്കൗട്ട് ആകുന്നില്ല. എല്ലാവർക്കും എല്ലാമായി. അതേ പൗലോസ് പറയുന്നു, എല്ലാവരെയും നേടേണ്ടതിന് ഞാൻ അനേകർക്ക് ദാസനായി. അതൊക്കെ സറണ്ടർ ചെയ്യുകയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങ് താഴുകയാണ്. ഇങ്ങോട്ട് കൈ തന്നില്ലെങ്കിൽ സാരയില്ല, അങ്ങോട്ട് കൊടുത്തേക്കാം. ഡോണ്ട് വറി. വലിയവർക്ക് ചെറിയവരാകാൻ പറ്റും. ആ വരി ഒന്ന് മനസ്സിൽ എഴുതി വെച്ചേരും കേട്ടോ. വലിയവർക്ക്, ഒന്നുകൂടെ പറഞ്ഞേ, വലിയവർക്ക്. നിങ്ങൾക്ക് ചെറുതാകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓൾറെഡി നീ വലിയതാണ്. നിനക്ക് ചെറുതാകാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഓൾറെഡി നീ ചെറുതാണ്. നിന്റെ ചിന്ത വലുതാകണം, വലുതാകണം. ഐ ആം സംതിങ്, ഞാൻ എന്തോ. നോ നോ നോ, നീ ചെറുതാണ്. പക്ഷെ ഞാൻ ഒന്നുമല്ല, ഞാൻ ചെറുതായി വരാമെന്ന് നിന്റെ മനസാക്ഷി പറയുന്നുണ്ടെങ്കിൽ അത് ആർട്ടിഫിഷ്യലായിട്ടല്ല, ഒറിജിനൽ ആണെങ്കിൽ 100% ഉറപ്പാണ് നീ വലുതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ വെസ്റ്റ് ബംഗാളിലെ ചില ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവർ നമുക്ക് ഭക്ഷണം തരാൻ വേണ്ടി കിടന്ന് വെമ്പൽ കൊള്ളുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ഒരു ചെയർ തരാനില്ല, ഒരു മാറ്റെടുത്ത് തരാനില്ല. വിഷമിക്കുന്നത് കാണുമ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ തന്നെ ചെന്നാൽ ചാണകമൊക്കെ മേടിക്കുക, തറയിലോട്ട് നമ്മൾ തന്നെ പോയി ഇരിക്കുവാണ്. ഇങ്ങോട്ട് വെച്ചേരും ഫുഡ് കഴിച്ചേക്കാം. അവരങ്ങ് അന്തം വിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണേ. എന്നാ കാര്യം? എടേ, കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ പോയവനാ യേശു. പറയൂ ആമേ. ഒരു സ്റ്റെപ്പ് കൂടെ താഴെ ഞാൻ ഇറങ്ങാമെന്ന് പറയുന്നവർ എത്ര പേരിന്ന് പകൽ ഇവിടെയുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ താഴ്മയുള്ളവർക്ക് അവൻ അധികം കൃപ കൊടുക്കണത്. സഹോദരങ്ങളെ, ഒരു സിറ്റിയിൽ ചെല്ലുമ്പോൾ നീ സിറ്റി സ്റ്റൈലിലാണ് നീ വേല ചെയ്യുന്നത്. ബട്ട് ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ നിനക്ക് സിറ്റി സ്റ്റൈൽ അവിടെ മാറ്റി വെച്ചിട്ട് ആ ഗ്രാമത്തിലേക്ക് നീ ഇറങ്ങിച്ചെല്ലും, എങ്കിലേ നിനക്ക് വേല ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൊട്ടാരത്തിലും കുടിലിലും നിൻ്റെ മനസ്സ് ഒരുപോലെയാകട്ടെ, നിൻ്റെ ദൂത് ഒരുപോലെയാകട്ടെ, നിൻ്റെ വെളിപ്പാട് ഒരുപോലെയാകട്ടെ. ആളെ നോക്കി നിൻ്റെ വെളിപ്പാട് മാറുകയില്ല, ആളെ നോക്കി നിൻ്റെ അഭിഷേകം ചേഞ്ച് ആവുകയില്ല. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഇത് മുഖം നോക്കി ചെയ്യുന്ന പണിയല്ല, ഇത് സ്പിരിറ്റ് നിന്നെ ഗൈഡ് ചെയ്തിട്ട് നീ ചെയ്യുന്നതാ മിഷൻ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ വേലയ്ക്ക് ചെല്ലുമ്പോൾ ഈ കർത്താവിൻ്റെ ദാസന്മാരെ ജസ്റ്റ് അവരെ ഒന്ന് കൈ പിടിച്ച് അവരുടെ തോളിൽ നിന്ന് ഇങ്ങനെ കൈയിട്ട് ദൈവദാസനെ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞ് ഇത്രയൊന്ന് ചേർത്ത് ഇത്രയൊന്ന് നിർത്തുമ്പോൾ ഉണ്ടല്ലോ ഇവർ പൊട്ടിക്കരയാൻ തുടങ്ങും. അവർ നമ്മളെ കാണുന്ന എന്തോ ഒരു വലിയ അന്യഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വന്നൊരു ജീവിയെ പോലെയാണ്. എന്നാ അഭിഷേകം ഉള്ളതുകൊണ്ടല്ലേ അവർക്ക് നമ്മളെ ആവശ്യം വന്നേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണ്ടേ? അവിടെ ചെന്നൊരു VIP മോഡിൽ വന്ന് എനിക്കും ഇഷ്ടമാണ് VIP മോഡൊക്കെ. ആർക്കും അപ്പം ഇഷ്ടമില്ലാത്ത, പക്ഷേ ഈ പാവത്തുങ്ങളുടെ മുമ്പിൽ എന്നാ VIP കാണിക്കാൻ? അവരൊന്ന് ചേർത്ത് നിർത്തി അവരുടെ കൂടെ അല്പസമയം ഇരുന്ന് സംസാരിച്ച് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച്. ഹല്ലേലൂയ. ഞാൻ ഗോരഖ്പൂരിൽ ചെന്നപ്പോൾ സഹോദരന്മാരോട് പറഞ്ഞു, ഇപ്പോൾ അവരെനിക്ക് സ്പെഷ്യലി ഫുഡൊക്കെ തരാൻ വേണ്ടിയുള്ള റൂമെല്ലാം സെറ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഫുഡൊക്കെ അവിടെ നിന്നോട്ട് ഞാൻ അവരുടെ കൂടെ നിന്ന് കഴിക്കും. ഞാനും ലൈൻ നിന്ന് അവരുടെ കൂടെ, ഈ 176 പേര് ലൈൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനും നിൽക്കുകയാണ്, അവരുടെ കൂടെ നിൽക്കുകയാണ്. അവരുടെ സന്തോഷം ഒന്ന് കാണും. എന്നാ ഗ്രാമത്തിൽ കിടന്ന് തല്ലു മേടിച്ചവരാണ്, ഗ്രാമത്തിൽ കിടന്ന് അലയുന്നവരാ, വലയുന്നവരാ. പ്ലീസ്, നമുക്ക് അവരെ നേടാം. പറഞ്ഞേ ആമേ. പണ്ട് നമ്മുടെ മരിച്ചുപോയ ഒരു ഏറ്റവും കൂടുതൽ നർമ്മം പ്രസംഗിക്കുന്ന ഒരു അച്ഛനുണ്ടായിരുന്നല്ലോ മർത്തോമാ സഭയിൽ. അല്ലല്ല, ഏറ്റവും കൂടുതൽ നർമ്മം ചിരിപ്പിക്കുന്ന ക്രിസോസ്റ്റം തിരുമേനി. ക്രിസോസ്റ്റം തിരുമേനി മാരാമൺ കൺവെൻഷന് പ്രസംഗിച്ചൊരു മെസ്സേജ് കിടപ്പുണ്ട്, ഇടയ്ക്കൊന്ന് കാണും. മാരാമൺ കൺവെൻഷനിൽ ക്രിസോസ്റ്റം തിരുമേനി, മാരാമൺ കൺവെൻഷൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവരും, താഴെ ഇങ്ങനെ ഓലക്ക് ഇറക്കിയിട്ട് താഴെ ഇരുന്ന് പമ്പാ നദിയുടെ ആ തീരത്ത് പന്തൽ കെട്ടിയില്ലേ? മാരാമൺ കൺവെൻഷൻ ഒന്നും കേട്ടിട്ടില്ലേ? ഉണ്ടല്ലോ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ ചന്ദ്രനിൽ നിന്ന് വന്ന പോലെ ഇരിക്കണം. ഓക്കെ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അച്ഛൻ ഇറ്റ്സ് എ മോസ്റ്റ് റെവറൻറ്റ്. അച്ഛൻ പറയും. അപ്പോൾ അച്ഛൻ ഇരുന്ന മെയിൻ സീറ്റ്, അതിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് അച്ഛൻ താഴ്മയെക്കുറിച്ച് വിനയത്തെക്കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കുക. പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനിരിക്കുന്ന ഈ സീറ്റിൽ വന്നിരിക്കാൻ ഒക്കത്തില്ല, പക്ഷെ എനിക്ക് വേണേൽ നിങ്ങളിരിക്കുന്ന സീറ്റിൽ വന്ന് ഇരിക്കാം. അദ്ദേഹം വിനയത്തെക്കുറിച്ച് പറയുക.
അപ്പം നിങ്ങൾക്കിവിടെ വന്ന് ഒരു പക്ഷേ ഇരിക്കാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് നിങ്ങളുടെ കൂടെ വന്നിരിക്കാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യത്തില്ല. ഇത് കേട്ടോണ്ട് ഒരു മനുഷ്യൻ മെല്ലെ നടന്നു വന്ന് അച്ഛൻ്റെ സീറ്റിൽ വന്നിരുന്നു. പെട്ടെന്ന് സംഘാടകരിൽ ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് അച്ഛൻ്റെ ചെവിയിലൊരു കാര്യം പറഞ്ഞു. അപ്പോൾ അച്ഛൻ നിങ്ങൾ ചിരിക്കാൻ തുടങ്ങി. എന്താ ചെവി പറഞ്ഞെന്നറിയാം? അച്ഛാ, അദ്ദേഹം ഒരു ചെറിയ മാനസിക രോഗി, വട്ടന. ആരാ വന്നിരുന്നത്? അച്ഛൻ ചിരിക്കാൻ തുടങ്ങി. എന്നാന്നറിയോ? അല്ലെങ്കിലും എൻ്റെ പ്രസംഗം വട്ടന്മാർക്കേ മനസ്സിലാവുള്ളൂ. അപ്പം നിങ്ങൾ ചിരിച്ചില്ലേ? എല്ലാവർക്കും എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. എനിവേ, വലിയവർക്ക് ചെറിയവരാകാൻ കഴിയും. പറഞ്ഞേ ആമേൻ. ഒന്നുകൂടെ പറഞ്ഞേ ആമേൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മകനിങ്ങനെ എൻ്റെ മകൻ ജോഷുവ, അവനത്തെ ഒരു ചെറിയ സ്വഭാവമുണ്ട്. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ പ്രായമുള്ള ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും അവർക്ക് പൈസയായിട്ട് കൊടുക്കണം. ഒരു 70 വയസ്സ് 80 വയസ്സൊക്കെ പ്രായമുള്ള ഒരാളെ വഴി കണ്ടാൽ മതി. അപ്പം വണ്ടി ഒന്ന് ചവിട്ടിക്കപ്പാന്ന് പറയും. അന്നേരം വണ്ടി ചവിട്ടുക, ഞാൻ വണ്ടി ചവിട്ടുക. അന്നേരം അപ്പം ഇച്ചിരി പൈസ തന്നെ ആ അപ്പച്ചനുകൊണ്ട് കൊടുക്കും. ഇതേത് അപ്പച്ചനാണെന്ന് അവനും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. ഇത് പിന്നെ ഒരു സ്വഭാവമാണ്. നഷ്ടം എനിക്കാണ്. അപ്പം ഞാൻ ഇവൻ്റെ കൊണ്ട് കൊടുത്തിട്ട് നീ കൊണ്ട് കൊടുത്താൽ അപ്പം നിന്നോട് ചോദിക്കുക ആരാണ് പറഞ്ഞാൽ മതി, ഞാനൊരു പാസ്റ്ററിൻ്റെ മോനാണ്, യേശു എന്നെ അയച്ചിട്ട് വന്ന, ഇത്രയും പറഞ്ഞാൽ മതി. ഇത് കൊച്ചിനെ മുതലേ ഇവൻ്റെ സ്വഭാവമായി. ഇന്ന് അവന് 14 വയസ്സുണ്ട്. ഇപ്പം ഇവന് അധികം കാശുമായിട്ടാണ് ഇവൻ എന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ തുടങ്ങി. ഒരു അമ്മച്ചിയുടെ പോകുന്നു, ഒരു 100 രൂപ ഞാൻ, അല്ലെങ്കിൽ ഒരു പ്രായമുള്ളൊരു അപ്പച്ചൻ ഇന്നാൾ പോവുക, 80 വയസ്സ് പ്രായം. അപ്പച്ചൻ നടന്നു പോകുന്നു, കൈ ബൈബിളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി ഔട്ട് 500 രൂപ വേണം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പച്ചൻ നടന്നു പോകുന്നു, അപ്പച്ചന് കൊടുക്കണം. ഞാൻ പറഞ്ഞ പൈസ കൊടുത്ത് ഇവൻ ചെല്ലുന്നു. ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിപ്പിച്ചിട്ടേ പോരാവുള്ളൂ എന്ന് പറഞ്ഞു. ഇവന് 500 രൂപ കൊണ്ട് കൊടുക്കുന്നു, പ്രാർത്ഥിപ്പിച്ചിട്ട് പോകുന്നു. ആ അപ്പച്ചൻ്റെ ഒരു സ്റ്റൈല് ഞാൻ പറയാം. 80 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ ഒരു മാളിൽ, പാമ്പാടിയിൽ ഒരു ചെറിയ മാളിൽ സാധനം മേടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ അപ്പച്ചൻ ഇങ്ങനെ സാധനം എടുക്കുക. അപ്പം ഞാൻ കൗണ്ടറിൽ ചെന്നിട്ട് പറഞ്ഞു, ആ അപ്പച്ചൻ എന്തൊക്കെ സാധനം എടുത്താലും എല്ലാത്തിൽ നിന്ന് 2 വെച്ചിട്ട് അങ്ങ് പാക്ക് ചെയ്ത് പൈസ ഞാൻ തന്നോളം കൊടുത്തു വിട്ടേക്കാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചു ആരാന്ന് ചോദിച്ചു. ഞങ്ങളുടെ ഒരു പാസ്റ്ററാ, 80 വയസ്സ് കഴിഞ്ഞു അപ്പച്ചന്. അപ്പോൾ ഈ പുള്ളി എടുക്കുന്നല്ല, ഇവർ നോട്ട് ചെയ്തിട്ട് ഓരോന്ന് എക്സ്ട്രാ എന്ത് ചെയ്തു എടുത്ത് വലിയൊരു പായ്ക്കാക്കി കൊടുത്ത് പൈസ കൊടുക്കാൻ നേരത്ത് പറഞ്ഞില്ല, പൈസ എല്ലാം പേ ചെയ്തൊരു പാസ്റ്ററുണ്ട് അപ്പുറത്ത് നിൽപ്പുണ്ട്. പുള്ളി ഓടി വന്നപ്പോൾ ഞാൻ മോനെ എന്താ മോനെ കാണിച്ചാൽ, ഞാനും അമ്മച്ചി മാത്രമല്ലേ വീട്ടിലുള്ളൂ, ഈ ഒന്നിന് പകരം ഈ 2 എല്ലാം കൂടി നമ്മൾ അപ്പച്ചൻ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പച്ചൻ സന്തോഷമായിട്ട് പോകാൻ പറഞ്ഞു. അപ്പച്ചൻ അങ്ങോട്ട് ഇറങ്ങി, അപ്പച്ചൻ അങ്ങ് പോയി നടന്നങ്ങോട്ട് തീരുമ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വണ്ടി വരുന്നു. പെട്ടെന്ന് എൻ്റെ മകൻ ആ വണ്ടിക്കകത്തു നിന്ന് ഇറങ്ങി വരുന്നു. അപ്പച്ചൻ്റെ കൈ കൊണ്ടുവന്ന് പൈസ കൊടുക്കും. ഞാനിത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ വൈഫ് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. എൻ്റെ ബ്രദറിൻ്റെ, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന പിന്നെ ബ്രദറിൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. എൻ്റെ വൈഫ് കൊണ്ടുവന്ന് അപ്പച്ചൻ്റെ പൈസ കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അപ്പച്ചൻ അങ്ങ് പോയി. ഇവർ നേരെ എൻ്റെ വണ്ടി കിടക്കുന്നത് കൊണ്ട് ഇപ്പുറത്ത് വന്ന് പാർക്ക് ചെയ്തു. നമ്മുടെ അപ്പച്ചനാ പോയെ, ഞാൻ പൈസ കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞു. കൊച്ചു പറഞ്ഞു അപ്പം ഞാനും കൊടുത്തായിരുന്നു അപ്പാ എന്ന് പറഞ്ഞു. ഇനി ഞാൻ വേദനയോടാണ് പറയണേ. പിറ്റേ ദിവസം അപ്പച്ചൻ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. എങ്കിൽ എൻ്റെ മകൻ്റെ കയ്യിൽ നിന്നായിരിക്കും അവസാനത്തെ നന്മ ഈ ഭൂമിയിൽ അപ്പച്ചൻ ആ ദേവദാസൻ വാങ്ങിയത്. മിഷൻ മടി വിചാരിക്കരുത്. പ്രീച്ചിങ് മാത്രമല്ല മിഷൻ, സഭ നടത്തുന്നത് മാത്രമല്ല മിഷൻ. നിങ്ങളുടെ കയ്യിലെ 100 രൂപ കൊണ്ടും നിങ്ങൾക്ക് മിഷൻ ചെയ്യാം. ഒരു കവർ പാല് മേടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് മിഷൻ ചെയ്യാം. ഒരു വീട്ടിൽ കൊണ്ടുചെന്ന് 1 മാസത്തെ സാധനം വാങ്ങിക്കൊടുത്ത് നിങ്ങൾക്ക് മിഷൻ ചെയ്യാം. സ്വർണ്ണ കർത്താവിനോട് പറ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നീ പറഞ്ഞതാ കർത്താവേ. കർത്താവ് ഒരു ഓഡിബിൾ വോയിസ് പോലെയല്ല തരുന്നത്, നിൻ്റെ സ്പിരിറ്റിൽ തോന്നിക്കും, ഒരു മെൻ്റൽ പിക്ചർ പോലെ നീ ഇത് ചെയ്തേ പറ്റുള്ളൂ. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൂടി ഞാൻ ചെയ്യേണ്ട എത്രയോ പേർ നടന്നുപോയി, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞോ അതോ പറ്റിയില്ലേ കർത്താവേ, ഇനി അങ്ങനെ ആവർത്തിക്കല്ലേ അപ്പാ, എനിക്കൊരു കൃപ തരണേ, എനിക്കൊരു കൃപ തരണേ കർത്താവേ, എനിക്കൊരു കൃപ തരണേ കർത്താവേ, എനിക്കൊരു കൃപ തരണേ കർത്താവേ. സഹോദരങ്ങളെ, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും കൂടി ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ചെറിയ പ്രായത്തിൽ
എൻ്റെ കയ്യിൽ അധികം പൈസയൊന്നും ഇല്ലാതിരിക്കുന്നൊരു സമയം. 100-ൻ്റെ ഒരു നോട്ടൊക്കെ കയ്യിൽ കിട്ടിയാൽ ലക്ഷങ്ങൾ കിട്ടുന്ന ശൈലിയിൽ ഞാൻ ചാടിത്തുള്ളി സന്തോഷിച്ച ഒരു സമയം എൻ്റെ മുമ്പിലുണ്ട്. പട്ടിണി വേട്ടയാടുന്ന സമയം. ഒരിക്കൽ ഞാൻ കോട്ടയത്തു നിന്ന് എൻ്റെ വീട്ടിലോട്ട് വരാൻ ബസ്സിൽ കയറി ഞാനിങ്ങനെ ഇരിക്കുക ബസ് സ്റ്റാൻഡിൽ. പെട്ടെന്നൊരു പാസ്റ്റർ, ചെറുപ്പക്കാരനാണ്, എന്നേക്കാൾ അങ്ങേറ്റം പോയ 2-3 വയസ്സ് കൂടുതൽ കാണും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ 1 വയസ്സ് കൂടുതൽ കാണും, അത്രയേ ഉള്ളൂ. അധികം പ്രായമൊന്നുമില്ല. താനും തൻ്റെ വൈഫും. അതായത് വീട് എനിക്കറിയാം, ഒരു ഓല മേഞ്ഞ ഒരു വീട്, പലക കൊണ്ട് മറയടിച്ചിരിക്കുന്ന ഒരു വീട്. എൻ്റെ വീടും ആ സമയത്ത് ഓല മേഞ്ഞതാണ്. ഞാനൊരു ബസ്സിൽ കയറി, എനിക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഈ പാസ്റ്റർ വന്നു, വൈഫുണ്ട്, വൈഫിൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ട്, വേറെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്തൊരു സീറ്റുണ്ട്. ഞാൻ ഈ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നിരിക്കാമെന്ന് ചോദിച്ചു. പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, പാസ്റ്ററെ. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് കഴിഞ്ഞ് ഒരു 5-6 സ്റ്റോപ്പ് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഇറങ്ങണ്ടേ. കണ്ടക്ടർ വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള 100 രൂപ കൊടുത്തിട്ട് 3 ടിക്കറ്റ് എടുത്തു. എൻ്റെ സ്റ്റോപ്പും പറഞ്ഞു, അവരുടെ സ്റ്റോപ്പും പറഞ്ഞു. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളല്ലേ എടുക്കണ്ടേ? ഞാൻ പറഞ്ഞു, നോ, എൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ എടുക്കാം. വളരെ തുച്ഛമാണ് ബസ് ഫെയർ. കാര്യം അന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും തുച്ഛമായ ബസ് ഫെയർ. അതിൻ്റെ ബാക്കി 100-ൻ്റെ ബാക്കി എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്ക് അതിട്ടു. എൻ്റെ കയ്യിൽ അതേ കൊടുക്കാനുള്ളൂ, വേറെ ഒന്നും. എൻ്റെ ഒരു വാച്ച് എൻ്റെ കയ്യിലുണ്ടാകും, ഞാൻ വാച്ചെങ്കിലും എടുത്തു കൊടുത്തേനെ. അതും എൻ്റെ കയ്യിലില്ല. ഞാനാണ് ഏറ്റവും കൂടുതൽ നട്ടം തിരിയുന്നൊരു സമയമായിരുന്നു അത്. സഹോദരങ്ങളെ, എനിക്കറിയത്തില്ലായിരുന്നു ഈ മനുഷ്യൻ ദിവസങ്ങളോളം പട്ടിണി കിടന്ന് ദൈവത്തെ സേവിച്ചൊരു മനുഷ്യനാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിറ്റേ ആഴ്ച ഞങ്ങളുടെ കാതിൽ കേട്ട വാർത്ത, അദ്ദേഹം മരിച്ചുപോയി, നിത്യതയിലേക്ക് പറന്നുപോയി. എനിക്ക് ഒത്തിരി സങ്കടമായിപ്പോയി. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഭയങ്കര സംഭവമായിപ്പോയി. അദ്ദേഹം ഉൾപ്പെട്ട് നിന്ന സംഘടന വലിയൊരു സംഘടനയാണ്. പക്ഷേ ശവടക്കിൻ്റെ സമയത്തൊരു പ്രശ്നമുണ്ടായി. നാട്ടുകാർ ബോർഡ് വെച്ചു, സ്വന്തം സഭയിലെ പാസ്റ്റർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഒരു പാസ്റ്റർമാരും വിശ്വാസികളും ഈ ശവടക്കത്തിന് ഈ മണ്ണി കാലുകുത്തുകയില്ല. ബോർഡ് വെച്ചു. ആരാന്നറിയോ? അവിടെയുള്ള ഹിന്ദുക്കൾ. ഒരെണ്ണത്തെ അടുപ്പിക്കുകയില്ല, ഞങ്ങൾ അടക്കിക്കോളാം. വാട്ട് ഈസ് മിഷൻ? സഭയിൽ വന്ന് ആരാധിച്ചു പോകുന്നതാണോ? അത് ഒരു വീട്ടിൽ ഭക്ഷണം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതാണോ? പ്ലീസ് ബി കെയർഫുൾ. ഒത്തിരി കാര്യം നമുക്ക് ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. നമ്മൾ അറിഞ്ഞതെല്ലാം ഏറ്റവും ബെസ്റ്റാണ്, ഏറ്റവും നല്ലതാണ്. ഒരു പക്ഷേ അങ്ങ് ദൂരെ ട്രംപിൻ്റെ കാര്യം, നെതന്യാഹുവിൻ്റെ കാര്യം, ഇറാൻ്റെ കാര്യം പച്ചവെള്ളം പോലെ നമുക്കറിയാം. ബട്ട് തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ കാര്യം നമുക്കറിയില്ല. ഈവൻ സ്വന്തം വീട്ടിൽ ഫ്രിഡ്ജിൽ പാലുണ്ടോ എന്ന് പോലും അറിയാൻ വയ്യാത്ത ശക്തന്മാർ വിഹരിക്കുന്നൊരു മണ്ണായി ഈ മണ്ണ്. അങ്ങ് ദൂരെയുള്ളത് അറിഞ്ഞില്ലെങ്കിലും ഇങ്ങ് അടുക്കലുള്ളത് അറിയുന്നതാണ് മിഷൻ. നിങ്ങൾക്കറിയോ, ഞാൻ ആ ശവടക്കത്തിന് ചെന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ച 2-3 പിള്ളേർ അവിടെയുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. അവന്മാർ പറഞ്ഞു, എൻ്റെ കൂടെ പഠിച്ച സാമ അവനെ കടത്തി വിട്ടേക്കാൻ പറഞ്ഞു. ഏതാ ഡെഡ് ബോഡി അടക്കാൻ വേണ്ടി. ഞാൻ കരഞ്ഞോണ്ട് അവൻ്റെ ആ ദൈവദാസൻ്റെ അടുത്ത് എന്ന് മുട്ടുമടക്കി കാലെ പിടിച്ച് ഞാൻ ആരും അറിയാതിരുന്ന് കരഞ്ഞ കാര്യം, എൻ്റെ കയ്യിലുണ്ടായിരുന്ന 35-40 രൂപയാണ് എനിക്ക് അവസാനമായി ആ പോക്കറ്റിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയത്. സഹോദരങ്ങളെ, കണ്ണു തുറന്നേ പറ്റുള്ളൂ. കണ്ണു തുറന്നേ പറ്റുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഓരോ ദിവസവും ഷാജി പാസ്റ്റർ എന്നെ വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കും, ഭക്ഷണം കഴിക്കാനില്ലാത്ത പാസ്റ്റർമാരുടെ ലിസ്റ്റ് തരണം, മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത പാസ്റ്റർമാരുടെ ലിസ്റ്റ് തരണം, രോഗിയായി കിടക്കുന്ന ദൈവദാസന്മാരോ മക്കളോ അവർക്ക് മെഡിസിൻ വാങ്ങിക്കാൻ പണമില്ലാത്തവരുടെ ലിസ്റ്റ് എനിക്ക് തരണം. കാരണം ഞാൻ ഈ നോർത്ത് ഇന്ത്യ മുഴുവൻ അലയുന്നത് കൊണ്ട് പാസ്റ്റർക്ക് അറിയാം എനിക്ക് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ വെയിറ്റ്, കാരണം എനിക്കറിയാം എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ അപ്പോഴേ വിളിച്ച് ചോദിക്കും, എനിക്ക് ഇന്ന ആവശ്യമുണ്ട് ഷായി പാസ്റ്റർ, പൈസ അയക്കണം. കഴിഞ്ഞ ദിവസം കുറേ പാവങ്ങൾക്ക് ഞാൻ സ്കൂളിലെ പിള്ളേർ, അവർക്കൊന്നുമില്ല, അവരുടെ അപ്പനും അമ്മയ്ക്കും ബുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പൈസയില്ല, ഈവൻ ഒരു ബാഗ് വാങ്ങിച്ചു കൊടുക്കാൻ പൈസയില്ല. എൻ്റെ വൈഫും എൻ്റെ ബ്രദറൂടെ നേരിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് പരിതാപകരമായ അവസ്ഥ കണ്ടപ്പോൾ സങ്കടമായിപ്പോയി. അങ്ങനെ 60 പിള്ളേരെ ഞാൻ തന്നെ വിളിച്ച് ചർച്ചിൽ കൊണ്ടുവന്ന് പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ കട നിൽക്കുക, ഉടയും പടിയെല്ലാം മേടിക്കാൻ നിൽക്കുക, പൈസ തരാൻ പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു, പൈസ വേണമെന്ന് പറഞ്ഞു. എത്ര വേണം? ഞാൻ പറഞ്ഞു, ഇത്ര വേണം, അയക്കാൻ പറഞ്ഞു. അപ്പോഴും ഷായി പാസ്റ്റർ അയച്ചു. ഒരു മുസ്ലിമിൻ്റെ കടയിൽ നിന്ന് ഞാൻ സാധനം മേടിക്കും, നിങ്ങൾ നോർത്തേ പറഞ്ഞ. അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഇത്രയും വാങ്ങുന്നേ? ഞാൻ പറഞ്ഞു, സാറേ ഇതാ കാര്യം, ഇതൊന്നും വകയില്ലാത്തവരാ, എങ്കിൽ ബില്ലിൻ്റെ പകുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരു മുസ്ലിം പറയുക, ആ ബില്ലിൻ്റെ പകുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരു മുസ്ലിമിന് മിഷൻ ഉണ്ടെങ്കിൽ, ബന്ധുക്കോസുകാരെ, എനിക്ക് നിങ്ങൾക്കും എത്ര അധികം മിഷൻ ചെയ്യാനുണ്ട്.
ഹോഡാബ ശാന്താരാബ. നെറ്റിയിലൊരു കുറിയൊക്കെ തൊട്ട് കയ്യിൽ ഒരു കുറേ ചരടുമൊക്കെ കെട്ടിയ ഒരു ഹിന്ദു മനുഷ്യൻ അവൻ്റെ മകനുമായിട്ട് മക്കൾ രണ്ടുപേരെയും കൊണ്ടുവന്ന് ഈ ബാഗും എല്ലാം വാങ്ങി. ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുകയില്ല, വീഡിയോ എടുക്കാൻ സമ്മതിക്കുകയില്ല, ഇത് കൊടുക്കാൻ വേണ്ടി ഈ ചർച്ചിൽ ആരും നിൽക്കാനും സമ്മതിക്കുകയില്ല. കാരണം ഇത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതിന് ഫോട്ടോ വേണ്ട, വീഡിയോ വേണ്ട, ആരോടും കണക്കും കൊടുക്കാനില്ല. ഞാനൊരു മൂല മാറിയിരിക്കുക, ഇതാരാ ചെയ്തതെന്ന് പോലും ആർക്കും അറിയത്തില്ല. കാരണം അവിടെ യേശുവിൻ്റെ നാമം ഉയരണ്ടേ. ഒരു മനുഷ്യനറിഞ്ഞു ആ പാസ്റ്ററാണ് ഇത് കൊടുത്തത്. ഈ നെറ്റി കുറിയുള്ളവൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. നിങ്ങൾ മനുഷ്യനാണോ അതോ ദൈവമാണോ? അദ്ദേഹത്തിൻ്റെ പദ ഞാനീ പറയണേ. ആ മനുഷ്യൻ്റെ അകത്തോട്ട് യേശുവിനെ കയറ്റാൻ നമുക്കൊരു ബാഗ് കൊണ്ട് പറ്റിയില്ലേ? വാട്ട് ഈസ് മിഷൻ? എന്താണ് മിഷൻ എന്ന് മനസ്സിൽ കോറിയിട്ടിട്ടേ ഇന്ന് പകൽ ഇവിടുന്ന് പോകാവുള്ളൂ. നാളെ പകലും നമ്മൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവത്തോട് ചോദിക്കണം, ലോർഡ് ഞാൻ എന്താ ചെയ്യണ്ടേ, എനിക്കെന്താ ചെയ്യാനുള്ളത്? നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ദൈവസന്നിധി. This is my story, this is my soul.